യോ എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥ, തനിയാവർത്തനം എന്നാണ് ധ്യാനകഥയുടെ പേര്. ആത്മാന്വേഷകരായിട്ടുള്ള സാധകർക്ക് തന്നിലേക്ക് നോക്കുമ്പോൾ, തന്നെ തന്നെ തിരിച്ചറിയാനുള്ള യാത്ര തുടരുമ്പോൾ, സത്യത്തോടൊപ്പം അവൻ്റെ ഉള്ളിലെ അസത്യങ്ങളെയും അവൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ആദ്യം തിരിച്ചറിയുന്നത് അവൻ്റെ ഉള്ളിലെ അസത്യങ്ങളെയാണ്. അങ്ങനെ ഒരു സാധകൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാധകൻ തിരിച്ചറിഞ്ഞത് അവനിലെ മറവിയെക്കുറിച്ചാണ്. ആ സാധകൻ ഈ മറവിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് അത് അവനൊരു അസ്വസ്ഥമായിട്ട് തോന്നി. എന്നിട്ട് ഗുരുവിൻ്റെ സമീപത്തെത്തിയിട്ട് ഗുരുവിനോട് പറയുകയാണ്, ഗുരു, എനിക്ക് വല്ലാതെ മറവിയുണ്ട്. അത് കാരണം പലതും ഞാൻ ശ്രദ്ധയില്ലാതെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പം ധ്യാനഗുരു തിരിച്ചുകൊണ്ട് പറയും, അപ്പം മറവി ഉണ്ടെന്നുള്ള കാര്യം നല്ല ഓർമ്മയുണ്ടല്ലേ എന്ന് പറയും. ധ്യാനഗുരുവിൻ്റെ ഈ തമാശ കേട്ട് സാധകനും ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സാധകൻ വീണ്ടും തൻ്റെ മറവിയെക്കുറിച്ച് വീണ്ടും ഗുരുവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, മറവി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, അത് നല്ല ഓർമ്മയുണ്ടെന്ന് പറയും. അപ്പം ധ്യാനഗുരു വീണ്ടും പറയും, അവന് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയും, പ്രിയന് ആ മറവി ഉണ്ടെന്നുള്ള കാര്യം നല്ല ഓർമ്മയുണ്ട്, അപ്പം നല്ല ഓർമ്മശക്തിയാണല്ലോ എന്ന് പറയും. ധ്യാന സാധകന് ഒരു കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഗുരു താൻ പറഞ്ഞതിനെ അധികം ശ്രദ്ധിക്കുന്നില്ലയോ എന്നുള്ളൊരു സംശയത്തോടെ വീണ്ടും അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയും, മറവി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സാധകന് ഗുരു ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള പിടി കിട്ടുന്നില്ല. കഥയുടെ തത്വം ഇതാണ്, വിരൽ ചൂണ്ടുന്നിടത്തേക്ക് മാത്രം നോക്കിയാൽ പോരാ, ചൂണ്ടുവിരലിലേക്ക് മാത്രം നോക്കിയാൽ പോരാ, എവിടേക്കാണ് ഗുരു പോയിന്റ് ചെയ്ത് ഓരോ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നത് എന്നുള്ളത് കൂടെ ചിന്തിക്കണം. അതായത് മറവി ഉണ്ട് എന്നുള്ളതിലല്ല ഗുരു പോയിന്റ് ചെയ്തത്, അവനിലേക്ക് വീണ്ടും ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ആ മറവിയെ അവന് ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. ആരിലാണ് ആ മറവി സംഭവിക്കുന്നത്, ഇത് നോക്കിയാൽ മാത്രമേ അവന് ശ്രദ്ധയോടുകൂടി അവൻ്റെ സാധന മുന്നോട്ട് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ധ്യാനകഥ അവധൂത്ജി രചിച്ചത് നമ്മൾ സാധകരിൽ ശ്രദ്ധയെ കൂടുതൽ ഉറപ്പിക്കാനാണ്. ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് മറവിക്ക് സ്ഥാനമില്ലാതെ വരും. അവൻ്റെ സാധന അല്ലെങ്കിൽ അവൻ്റെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ധ്യാനകഥയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കട്ടപ്പനയിലെ അസീസ് മൗണ്ട് എന്ന ഒരു പുണ്യ ആശ്രമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫാദർ ഫ്രാൻസിസ് ഡൊമിനിക് ജിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഞാനൊരു ക്രിസ്തീയ കത്തോലിക്ക കുടുംബ പശ്ചാത്തലം. ഞാൻ മൂവാറ്റുപുഴ താലൂക്കിൽ മടക്കത്താനം കതിരക്കാട് ഇടവക എന്ന് പറയാം. ഞങ്ങൾ 4 മക്കൾ മൂത്ത മകനായിട്ടൊരു കുടുംബത്തിലെ കൊച്ചുനാൾ തൊട്ടേ ആവശ്യത്തിൽ കൂടുതൽ ഒരു ക്രിസ്തീയ ജീവിത പശ്ചാത്തലവും നല്ല മാതാപിതാക്കൾ. ഇന്നലെയായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ 100ാം. അപ്പോൾ ആ അപ്പച്ചനും അതുപോലെ അമ്മയും, അവർ രണ്ടുപേരും, അമ്മയാകട്ടെ 10 മക്കളുള്ളൊരു വീട്ടിലെ മൂത്ത മകൻ. ഞാനും മൂത്ത മകനാണ്. എനിക്ക് ഇളയത് 2 അനുജന്മാരൊരു പെങ്ങളുമാണ്. അപ്പോൾ കുടുംബത്തിൽ കൊച്ചുനാൾ തൊട്ട് എൻ്റെ
ഒത്തിരി എന്താ അപ്പൻ്റെ വഴിയിൽ അമ്മയുടെ വഴിയിൽ ഇഷ്ടംപോലെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യവും സന്തോഷമൊക്കെ അനുഭവിച്ചു. ഒത്തിരി സ്വാതന്ത്ര്യവും പരിലാളനയൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ കൊച്ചു നാളുകളിൽ ആവശ്യത്തിൽ കൂടുതൽ ഉഴപ്പുമായിരുന്നു. ഉഴപ്പെന്ന് വെച്ചാൽ LP സ്കൂളിൽ തന്നെ ഞാൻ 1-2 വർഷം തോറ്റു. പിന്നെ 10ാം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയാം തമാശന് പറയാറുണ്ട്, 13 വർഷം പഠിച്ചിട്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. എങ്കിലും എനിക്ക് ഒത്തിരി ഞാൻ പഠിച്ച സ്കൂളുകളിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളുണ്ട്. പിന്നെ വാഴക്കുളത്ത് അവിടെ ഹൈസ്കൂളിൽ അവിടെയൊക്കെ പഠിച്ച് 10ാം ക്ലാസ് പഠിച്ച് തോറ്റ് 2ാമത് എഴുതി ഞാൻ 10ാം ക്ലാസ് പാസ്സായി. പിന്നെ എൻ്റെ പിതാവ് ഒരു പ്രസ്സിൽ ജോലി ആയതുകൊണ്ട് വീട്ടിൽ ഞാൻ പിന്നെ കൃഷിക്കാരനായിട്ട് കുറേ നാളിങ്ങനെ വെച്ചാൽ റബ്ബർ വെട്ടും പാടത്ത് പണിയും ഇങ്ങനെയുള്ള ഒരേ പരിപാടികളായിട്ട് ഞാനിങ്ങനെ 10 കൃഷിക്കാരൻ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനുജന്മാർ അവരിങ്ങനെ പഠിച്ച് നേരെ ഇളയ അനുജനാണ് BA ഒക്കെ പഠിച്ച് സെമിനാരിൽ പോയിരുന്നു. എന്നെപ്പോലെ ഒരു സമൂഹത്തിൽ ചേർന്നിരുന്നു. 2ാമത്തെ അനുജൻ മറ്റൊരു സമൂഹത്തിൽ പോയി. അവരങ്ങനെ പോയി ഇരുന്നപ്പോൾ ഞാൻ വീട്ടിലെ കൃഷിയും കാര്യങ്ങളും വീട് പണി ഇങ്ങനെ ഒത്തിരി കൂട്ടം കാര്യങ്ങളുടെ പിറകെ ഞാനിങ്ങനെ അങ്ങനെ ഇരിക്കവെയാണ് അവിടെ തൊടുപുഴ അടുത്തൊരു താബോർ ഒരു ധ്യാന സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉദയം ചെയ്ത് വന്നപ്പോൾ അവിടെ ഒരു ധ്യാനത്തിൽ പോയി ഞാൻ കൂടി. ആ ധ്യാനത്തിൽ കൂടിയ ആ അവസരങ്ങളിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും എന്നെ ഒത്തിരി സ്വാധീനിച്ച് എന്തോ ഒരു ദൈവാനുഭവം ഒറ്റവാക്കി പറഞ്ഞാൽ ഹൃദയം നിറയെ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം എനിക്കിങ്ങനെ ഒരു യേശുവിനോട് ഇഷ്ടമായി, ദൈവത്തോടൊരു താല്പര്യം വന്നു. പിന്നെ ഞാനിങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ ഒരു ആത്മീയമായ ഒരു തീർച്ചത എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അന്ന് ഞാൻ റബ്ബർ വെട്ടും പരിപാടിയൊക്കെ നടക്കി എല്ലാ ശനിയാഴ്ചകളിൽ 7 കൂട്ടത്ത് പോയി പ്രയറും പരിപാടിയൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന കാലം. ഞാൻ 24 വയസ്സായപ്പോഴാണ്. അപ്പോൾ എൻ്റെ 2 അനുജന്മാർ സെമിനാരിൽ പോയിരുന്നത് കൊണ്ട് എനിക്കെന്നൊരു വിവാഹം എന്ന രീതിയിൽ ആലോചന വന്നു. അതിനുവേണ്ടി ഞാൻ മനസ്സ് വെച്ചു. ആ രീതിയിൽ ഇങ്ങനെ കുറേ മുമ്പോട്ട് പോയി കാണലും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ വീണ്ടും ഞാനൊരു ധ്യാനം എന്ന് വെച്ചാൽ ഒരു ദൈവവിളി ഒരു ക്യാമ്പിൽ സംബന്ധിച്ചു. ആ ക്യാമ്പിൽ എനിക്ക് ചില ഉറപ്പുകൾ കിട്ടി. എന്നെ എന്തോ ആകർഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും ദൈവം ആകർഷിക്കും തൻ്റെ ഒരു ശക്തി നമുക്ക് തരുമ്പം. അപ്പോൾ ഞാൻ ആ കൂട്ടായ്മയ്ക്ക് ശേഷം വീണ്ടും വന്നപ്പോൾ എന്തോ കല്യാണത്തിൻ്റെ ആദ്യ പടികളൊക്കെ നടത്തി ഞാൻ അതെല്ലാം കൂടെ വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു സെമിനാരിൽ ചേരണം എന്ന് അവിടെ ഇവിടെ പോയി അന്വേഷിക്കാനും അതിൻ്റെ പിറകെ പോയി. അപ്പോൾ അങ്ങനെ അന്വേഷണത്തിൻ്റെ ഫലമായി ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നൊരു സന്യാസ സമൂഹമല്ല, കപ്പുച്ചിൻ സന്യാസ സമൂഹം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഇത് പറയപ്പെടുന്നൊരു വലിയ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ സഭയിലൊരു അംഗമായി ചേർന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അവിടെ ആയിരുന്നപ്പോൾ പിന്നെ ഓക്കെ ഞാൻ അവിടുത്തെ ഫോർമേഷനും കാര്യങ്ങളിലൂടെയൊക്കെ കടന്ന് ഇപ്പോൾ ഞാനങ്ങനെ അച്ഛനായി. അതാണ് എൻ്റെ ഒരു വീട്ടിലായിരുന്ന ഒരു അവസ്ഥ. വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസി എന്ന ഈ 2 രീതിയിലുള്ളത് ഉണ്ടോ? അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? സത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും ഉള്ളിലൊരു വിശ്വാസമുണ്ട്. കാരണം മനുഷ്യൻ അവൻ്റെ ജന്മനാ തന്നെ അവനെന്തിനൊക്കെയോ വേണ്ടി ഒരു ലക്ഷ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അപ്പം ആ ലക്ഷ്യത്തെ അവനറിഞ്ഞോ അറിയാതെയോ തേടുക എന്നത് അവൻ്റെ അടിസ്ഥാന. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ഉള്ളിലൊരു വിശ്വാസമുണ്ട് എന്തിനൊക്കെയോ അല്ലേ. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കും നമ്മളിൽ ഒത്തിരി അപൂർണതകളുണ്ട്. അപ്പോൾ ആ ഒരു പരിപൂർണതയുടെ അല്ലെങ്കിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യവും സന്തോഷത്തിൻ്റെ എല്ലാം ഇവിടെ നശ്വരമാണ്. പക്ഷെ എന്തോ ഒരു അനശ്വരതയ്ക്ക് വേണ്ടി നമ്മൾ സത്യമായിട്ടും സൃഷ്ടിക്കപ്പെട്ട ഒരു വിശ്വാസത്താലും നമുക്കുണ്ട്. പിന്നെ പല കാരണങ്ങളാൽ മനുഷ്യൻ ഇങ്ങനെയുള്ള മേഖലകളിൽ ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസോ അത് ഇതൊക്കെ ഉള്ളതിൻ്റെ പേരിൽ താൽക്കാലികമായി അവരൊക്കെ അല്പം മറച്ചു വച്ചിരിക്കുന്നു. പക്ഷെ സത്യത്തിൽ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു ചിന്ത. പൊതുവെ ഒരു ക്രിസ്തീയ ഒരു മതവിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ചർച്ച ആണെങ്കിൽ അവിടെ ഈ പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കുമല്ലോ കൂടുതലും കാണുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക്
അതിനുപരി ഒരു ധ്യാനത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ഈ ചെറുപ്പം മുതലേ എനിക്ക് യേശുവിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. യേശുവിനോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ അതെന്നെ ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് തന്നെ യേശുവിനോടുള്ള സ്നേഹത്താൽ അവനെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. അതെന്നെ കൂടുതൽ മനുഷ്യരെന്ന് പറയുമ്പോൾ യേശു എല്ലാ തുറകളിലുള്ള മനുഷ്യരും യേശുവിന് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ദുഷ്ടനെന്നോ കുറവുള്ളതെന്നോ ഇതൊന്നും യേശുവിന് വിഷയമല്ല. പക്ഷെ പ്രത്യേകിച്ചും യേശുവിൻ്റെ കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരെയും ആരെയും അവൻ മാറ്റി നിർത്തുന്നത് എല്ലാവർക്കും വേണ്ടി. അപ്പം അങ്ങനെ ഉള്ളൊരു യേശു എൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ യേശുവിനെ അന്വേഷിച്ച് പോയപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാനൊരു വൈദികനായി എനിക്ക് എൻ്റെ ആദ്യം തൊട്ടേ ഞാൻ പ്രസംഗം ഒത്തിരി ഇടങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ മനുഷ്യർക്ക് ആ ക്രിസ്തുവാകുന്ന നീതി അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം, ആ സന്തോഷം, ആ സമാധാനത്തിലേക്ക് അവരെ. പക്ഷേ അത്രയൊന്നും അല്ല സാധാരണ ഇങ്ങനെ പ്രീച്ചിങ് എന്ന് പറയുമ്പോൾ അതൊരു ഉപരിതലത്തിൽ കിടന്ന്, ഉപരിതലം എന്ന് പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നൊക്കെ ഒരു അസ്വസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ തമാശന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന കുഷ്യനുണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ മൊത്തത്തിൽ പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ 10-14 വർഷക്കാലം പഠനങ്ങൾ നടത്തി ഈ ഇങ്ങനൊരു അച്ഛനാകുക, സന്യാസ വൈദികൻ. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ആവശ്യമുണ്ടാകേണ്ട ഒരു ധ്യാനാത്മക ജീവിതത്തിൻ്റെ അഭാവം തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ആ ധ്യാനത്തിൽ കിട്ടിയ എക്സ്പീരിയൻസിന് ശേഷം എനിക്ക് തന്നെ ഇരിക്കുക എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക, യേശുനാമം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ അന്നേരം എനിക്ക് വലിയ സന്തോഷം സമൃദ്ധി തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് അപ്പം ഇങ്ങനെ ധ്യാനങ്ങളും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളുടെ ഇടയിലും ഒരു യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ധ്യാനാത്മക ജീവിതത്തിന് അമിതെന്ന് പറയാനുള്ള അത്രയും പ്രാധാന്യം യേശു കൊടുത്തിരുന്നു. ആ ധ്യാനാത്മകതയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തന്നെയുള്ള ആ ദൈവിക സാന്നിധ്യത്തെ പിതാവും താനും ഒന്നാന്നുള്ള ബോധത്തിലേക്ക്, ആ പിതാവാണ് തന്നിലൂടെ ഇതെല്ലാം ചെയ്യുന്നുള്ള തിരിച്ചറിവിലേക്കൊക്കെ വന്നു നിന്നുകൊണ്ടാണ് യേശു ഇതെല്ലാം ചെയ്തത്. പക്ഷെ അത് നമ്മുടെയൊക്കെ ഒത്തിരി കുറവാണെന്നുള്ളൊരു ഇത് സങ്കടമാണ്. ആരും കുറ്റപ്പെടുത്തുന്നതല്ല, സങ്കടമുണ്ട്. ഇന്നും ക്രിസ്തുവിനെ സത്യം പറഞ്ഞ ഒരു ലോക ഗുരുവാണ്. ക്രിസ്തു അവകാശപ്പെടുന്ന ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, അനശ്വരതയാണ്, നിത്യതയാണ്. മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യവും അർത്ഥമൊക്കെ യേശുവിലുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടെത്താൻ ഏറ്റവും ഉപകരിക്കേണ്ടത് ഈ ധ്യാന വഴിയിലൂടെയാണ്. അതല്ലെങ്കിൽ ഇത് ഉപരിതലത്തിൽ കിടന്ന് മനുഷ്യൻ ഒരു വൈകാരിക മാനസിക മേഖലകളിൽ അവന് കുറേ ആശ്വാസം കിട്ടിപ്പോകുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്കാലത്ത് എന്നെ ഇത് അസ്വസ്ഥനാക്കിയിരുന്നു. അപ്പോൾ പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ സ്ഥലം കിട്ടിയപ്പോൾ ഇതിനായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഞാനൊരു അച്ഛനായതിനു ശേഷം 96 തൊട്ടിപ്പോൾ തെരുവിലെ മനുഷ്യർ, അപ്പോൾ അവരോടൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ തീക്ഷ്ണത. കാരണം ഞാൻ ഇപ്പോൾ യേശുവിനെ നോക്കുമ്പോൾ യേശു തൻ്റെ പരസ്യ ജീവിതം തെരുവിലാണ്. യേശു തന്നെ പറയുന്നൊരു ഹക്കാണ്, ആകാശപ്പറവകൾക്ക് കൂടി പാമ്പിന് മാള മനുഷ്യപുത്രൻ്റെ തലയാക്കാൻ. എന്നാൽ തെരുവിലകപ്പെടുന്ന മനുഷ്യർ, ഒറ്റപ്പെട്ട സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ട ആരുമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരോട് എനിക്ക് അന്നേ സ്നേഹം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു യേശു. അതോടൊപ്പം തന്നെ യേശു ഇങ്ങനെ ധ്യാനാത്മക ജീവിതത്തിൽ നിന്നാണ് തൻ്റെ എല്ലാ കണ്ടെത്തലുകൾ ലോകത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആ ക്ലൈമാക്സിൽ എല്ലാം പൂർത്തീകരിച്ചെന്ന് പറയുന്നൊരു യേശുവിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് അത് യേശുവിൻ നമ്മൾ കാണുന്നതാണ്. പിന്നെ യേശു തൻ്റെ അവസാന മണിക്കൂറുകളിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പോലും കൂടെ കൊണ്ടുപോയി ഗെത്സേമനി പ്രാർത്ഥനയുടെ ഇടയിൽ പോലും അവൻ തനിയേ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു കല്ലേറ് ദൂരം മാറി പിതാവിനോടൊരു ബന്ധം. ഇതൊക്കെ സത്യത്തിൽ നമുക്ക് വേണ്ടതാണ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലേ ആ ക്രിസ്തുവിൽ നമുക്കൊന്ന് രൂപപ്പെട്ട് ആ ക്രിസ്തുവിലാണ് നമ്മളെന്ന് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ വചനങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പ്രായോഗിക തലത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ കാര്യമായിട്ട് ആരും കൊണ്ടുവന്നില്ല. അപ്പോൾ കാര്യം നമ്മൾ സഭകളിങ്ങനെ ഇഷ്ടംപോലെ ഇപ്പം ഞങ്ങളൊക്കെ സന്യാസിമാരാ എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ കുറവുകൾ ഈ സന്യാസ ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇതാണ് കുറവ്.
ഒരു ധ്യാനാത്മക ജീവിതത്തിൽ ഒരു ഈശ്വരാനുഭവം വേണമല്ലോ, അതെ. ഒരു ദൈവാനുഭവം. അങ്ങനെ നമ്മളിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം, സന്തോഷം, സംതൃപ്തിയിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ സഹജീവികളുമായിട്ട് പങ്കുവെക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഒന്ന് കൊടുക്കാൻ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ പറ്റുന്നില്ല എന്ന് സങ്കടമുണ്ട്. ആ സങ്കടത്തിൻ്റെ പേരിലാണ് ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്, അവിടെയെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിൽ കെട്ടുക ഒരു ശൈലിയായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഇതും ഇങ്ങനെ വേണം. അപ്പം അങ്ങനെ ഞാനും ഇപ്പം എനിക്ക് ഈ ശുശ്രൂഷ മേഖലയിൽ സഹായിക്കുന്ന എൻ്റെ സിസ്റ്റേഴ്സുണ്ട്, അവരെ ഈ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യണം. അങ്ങനെ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹയുടെ ഒരു വാക്കാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ. അപ്പോൾ ഇവിടെ എല്ലാം വരുന്ന ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ ദൈവസാന്നിധ്യം നമുക്ക് ഉണ്ടാവാമല്ലോ. അപ്പം ആ ശക്തി ഇല്ലേ, അതൊരു സ്നേഹം, ഒരു പോസിറ്റീവ് എനർജി നമ്മളെ എന്തും ചെയ്യിക്കും. അപ്പം അങ്ങനെ ചെയ്യിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ എൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള സ്നേഹാശ്രമം. ഒന്നും കണ്ടിട്ട് തുടങ്ങിയൊന്നുമല്ല. ആദ്യം ഇങ്ങനെ ഒരു സെൻറ്റർ കട്ടപ്പനയിൽ തുടങ്ങി, തെരുവിലെ മനുഷ്യരെ എല്ലാം വിളിച്ചു കൂട്ടി 145 പേര് തെരുവിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നവർക്ക് ഒരാഴ്ച നീണ്ടു നിന്ന ഒരു വർക്ക്ഷോപ്പ് പോലെ അവർക്ക് കുറേ സ്നേഹത്തെപ്പറ്റി പറഞ്ഞ് നല്ല ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ അവരെ അവിടെ താമസിപ്പിക്കുന്നു. കാരണം അവർക്ക് വേറെ പോക്കറില്ലാത്ത മനുഷ്യർ, തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ താമസിപ്പിച്ച് തുടങ്ങിയ ഒരു ഭവനങ്ങളാണ് ഈ അസീസി സ്നേഹ ആശ്രമം. ഇന്നതിപ്പോൾ നിലവിൽ 11 സ്ഥലത്തുണ്ട്, 13, 14, 15 സ്ഥലങ്ങളിൽ അത് കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 1500ഓളം ഇങ്ങനെ ആരുപാരില്ലാത്ത മനുഷ്യർ, അവർക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണിത്. ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചതൊരു അത്ഭുതമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് 10 പൈസ പോലും ഒരു സ്ഥിര വരുമാനമൊന്നുമില്ല. പിന്നെ ഓരോ നാട്ടിൽ മനുഷ്യരെല്ലാം, ഞാൻ പറയും, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. നന്മ, സ്നേഹം, കാരുണ്യം ഇതെല്ലാവരിലും ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരവസരം വരുമ്പോൾ ഇവരെല്ലാം പുറത്ത് വെളിപ്പെടുത്തും. അപ്പോൾ ഈ സെൻറ്ററുകളെല്ലാം ഓരോ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത് ആ നാട്ടിൽ ഉള്ള മനുഷ്യരുടെ സഹകരണം, പങ്കുവയ്ക്കൽ, ഈ മനുഷ്യരിൽ ദൈവത്തെ കാണാൻ. ഡിസംബരതാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കൊണ്ടുനടന്ന് നിങ്ങൾ കാണണം. അവിടെ വൈകല്യങ്ങളുള്ളവർ, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നടക്കാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരുമുണ്ട്. പക്ഷെ അവരെയൊക്കെ നോക്കിയെടുക്കുന്ന ഒരു ശൈലി കാണുമ്പോഴേക്കും മനുഷ്യർ തന്നെ നമ്മളെ സഹായിക്കും. അപ്പം അങ്ങനെ ആ സഹായ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നതായ സെൻറ്ററുകൾ അതും. പക്ഷെ അതിനോടൊപ്പം നമുക്ക് വേണ്ടത് ഇതാണ്, ഈ ധ്യാനാത്മക ജീവിതത്തിൽ നിന്നാണ് ഇതിനൊക്കെ നമുക്ക് കരുത്തും ശക്തിയും. ഇപ്പം എല്ലാവരിലും ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരിലും ഒരു നന്മയുണ്ട്. അപ്പം ആ നന്മയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ വലിപ്പവും ശ്രേഷ്ഠതയും ഞാൻ മനസ്സിലാക്കും. അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ആരെയും അന്യരായിട്ട് കാണാൻ പറ്റില്ല. എല്ലാ മനുഷ്യരുടെയും വേദനകളെ നമ്മുടേതായി കാണാം, അവരെ സഹായിക്കുക, സ്നേഹിക്കുക. ഒരു പുണ്യം എന്നതിലുപരി ഒരു കടപ്പാടാണ് സത്യം പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ശൈലിയിലാണ് ഞാനിപ്പോൾ വന്നെത്തി നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റുന്നിടത്തോളം ഇങ്ങനെ ഒരു ധ്യാനാത്മക ജീവിതത്തിൽ ഞാനും അതിനുവേണ്ടി ഇങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു. കാരണം സത്യം പറഞ്ഞാൽ ഇതാരും കാര്യമായിട്ടാരും പഠിപ്പിക്കുന്നില്ല. പുറത്തുപോലെ കാര്യമായിട്ടൊരു ധ്യാനാത്മക ജീവിതത്തെപ്പറ്റി ആരും പഠിപ്പിച്ച് തരുന്നില്ല. അപ്പോൾ അതൊരു കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന ചില വഴികളിലൂടെ ഞാനിങ്ങനെ കുറച്ച് വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ ഇപ്പോൾ രാത്രികാലം ഇവിടെ വന്ന് നിൽക്കും, ഇടയ്ക്ക് ഓഫുള്ളപ്പോൾ വന്നിരിക്കും. പിന്നെ എൻ്റെ കൂടെയുള്ള സഹോദരികളെ ഞാൻ അവരെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു എന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. സംസാരിച്ചപ്പോൾ അങ്ങയുടെ ധ്യാനാനുഭവം കിട്ടിയതായിട്ട് പറഞ്ഞു. അതിനുശേഷമാണ് അങ്ങേക്ക് ഒരു ഉള്ളിലേക്ക് നോക്കണം, അല്ലെങ്കിൽ ധ്യാനത്തിനേക്ക് കൂടുതൽ ഫോക്കസ് വന്നതും അപ്പോഴാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ധ്യാന അനുഭവം? യേശുവിൻ്റെ ഒരു വചനമുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല. ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു ആകർഷണം പ്രാർത്ഥിക്കാൻ. പക്ഷെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഈ ഫിലോക്കാലിയിൽ നിന്നും പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ധ്യാനാത്മ ജീവിതത്തെപ്പറ്റി ഉള്ള പുസ്തകങ്ങളും അങ്ങനെയൊക്കെ വായിച്ചറിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെപ്പറ്റി
അറിയാൻ പതുക്കെ പതുക്കെ തുടങ്ങുമ്പോൾ, ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ ബാഹ്യമായ ഒരു ശരീരമല്ലെന്നും ഒരു മനസ്സിൻ്റെ തലമല്ലെന്നും അതിനപ്പുറം ഒരു ആത്മാവ്, ഒരു ആന്തരിക സത്ത എന്നിലുണ്ടെന്നും ആ സത്തയിൽ നമ്മളാരും ചെന്നെത്താത്തത് കൊണ്ടാണ് ഈ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീകതയെ, സത്യത്തിൽ എൻ്റെ ശ്രേഷ്ഠത വലിപ്പം എന്ന് പറയുമ്പോൾ ദൈവത്തോട് എത്തിച്ചേരുന്ന ഒരു തലം ഉണ്ടല്ലോ. ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ആണെങ്കിൽ ദൈവത്തെ തൻ്റെ സ്വന്തം പിതാവെന്ന് വിളിച്ച മനുഷ്യൻ, പിതാവായിട്ടും തന്നെ ഒരു ദൈവ പൈതലായി മകനായിട്ട് കണ്ടും സകലരെയും സഹോദരങ്ങളാകുന്ന കണ്ട് ആ രീതിയിൽ ജീവിച്ചു കടന്നുപോയ, അപ്പം ആ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാലടികളെയാണ് ഞാൻ പിന്തുടരുന്നത്. ഇതൊക്കെ ഇത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത് യേശുവിലും ഉണ്ട്. പക്ഷെ അത് ഇവിടെ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ എന്നിലേക്ക് നോക്കുമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ബാഹ്യതലങ്ങളെ പിന്നിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇപ്പോൾ കാണുന്നതൊന്നും അല്ലല്ലോ, ഇതിനപ്പുറമുള്ള എൻ്റെ ഉള്ളിലുള്ള ഒരു അനശ്വരതയുടെ ആത്മാവിൽ ചെന്നെത്തുന്ന ചില അനുഭവങ്ങളൊക്കെ എനിക്ക് കിട്ടുമ്പോഴാണ് എനിക്കിത് കൂടുതൽ അപ്പോൾ എനിക്ക് സ്വസ്ഥമാകാൻ പറ്റും, ശാന്തമാകാൻ പറ്റും. അപ്പോൾ ആ ഉള്ളിൽ ഇപ്പോൾ എനിക്ക് വേറൊരു പറഞ്ഞ ഒരു ദൈവാനുഭവം, ഒരു ക്രിസ്താ അവബോധത്തിലേക്ക് ചിലപ്പോഴൊക്കെ എന്നെ ആഴപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ എനിക്ക് കിട്ടുമ്പോഴാണ് ക്രിസ്തുവിൽ ഞാനും, അല്ലേ, ഒരു എനിക്ക് ക്രിസ്തുവിലുള്ളതല്ല എൻ്റേതുമാണ്. ഇതൊക്കെ ഈ സെൻറ്റ് പോളിൻ്റെ ലേഖനങ്ങൾ കാണാം. ക്രിസ്തു എന്നെ സ്വന്തമാക്കി, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്, ആ യേശുവിൽ ചരിക്കുക, ഇങ്ങനെയൊക്കെ ഒത്തിരി ഇതിൻ്റെതായ ബന്ധം ഈ വചനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ നമ്മളൊന്നും പരിശ്രമിക്കാത്തതിൻ്റെ പേരിൽ നമുക്കിതൊന്നും വെളിപ്പെട്ടില്ല. അതാണ് നമ്മുടെ ദാരിദ്ര്യം എന്നുള്ളതാണ്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട്, സഭകളുണ്ട്, സമൂഹങ്ങളുണ്ട്, മതങ്ങളുണ്ട്, പക്ഷേ ദൈവാനുഭവം ഉള്ളതിന് കുറച്ചുള്ളതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഈശ്വരാനുഭവം, യേശുവിൽ ലയിക്കുക, സ്വസ്ഥമാകുക, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തുമ്പോൾ ദൈവം എന്നെ ആകർഷിക്കുന്നുണ്ട് ഓരോ മേഖലകളിൽ. അപ്പം അങ്ങനെ വരുന്ന പശ്ചാത്തലം നമ്മുടെ സ്വാമിജിയാൻ ഇവിടെ വന്നു, ഇതിന് അല്ലാതെയും പലരും വരും, വന്നിരിക്കും. അപ്പം അങ്ങനെ ഓരോ തരത്തിലുള്ള ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പരിശ്രമങ്ങളൊക്കെ നടത്തി വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യരെല്ലാം, അല്ലേ, ദൈവത്തിൽ നിന്നാണെന്നും എല്ലാവരും ദൈവത്തിൽ ആ ഒരു ബോധവും ബന്ധവും ഒക്കെ എനിക്ക് കിട്ടുകയും. അപ്പം ഈ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോഴാണ് ഇന്ന് ലോകത്തിലുള്ള ഈ മനുഷ്യരിടയിലുള്ള ഈ അകലങ്ങളും അസ്വസ്ഥതകളും ടെൻഷനും ആവശ്യമില്ലാത്ത ഈ പ്രശ്നങ്ങളെല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ശരിയായ ഒരു ദൈവത്തെ തേടാതെ ഇങ്ങനെ മനുഷ്യൻ എന്തൊക്കെയോ കണ്ടു കേട്ടു ഇതിൻ്റെ പേരിൽ നമ്മൾ പരസ്പരം ഇങ്ങനെ അകലുന്നു, ശത്രുക്കളാകുന്നു എന്നൊക്കെയാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെയൊക്കെ പശ്ചാത്തലം എനിക്ക് ഈ സെൻ്ററുകളിലുള്ള ഈ രോഗികളായ സഹോദരങ്ങൾ അവരെല്ലാം എൻ്റെ സ്വന്തം ബന്ധമെന്ന രീതി. എൻ്റെ ഇടയിൽ എൻ്റെ സ്വന്തം വീട് പോലും, എൻ്റെ വീട് തറവാട് പോലും ഇപ്പം അവിടെ ഇപ്പോൾ 150 രോഗികളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നു. അവിടെ ഇവിടെ എല്ലായിടത്തും എൻ്റെ സിസ്റ്റേഴ്സാണ്. സിസ്റ്റർ എന്ന് വെച്ചാൽ ഈ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ ഇതൊരു ഈ സാധാരണ മനുഷ്യരെ കൂട്ടുപിടിച്ച് അത് തുടങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സമൂഹം എനിക്ക് ഞങ്ങളുടെ സഭയിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ സമൂഹം, FST, ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസ സമൂഹത്തിലെ സഭയിൽ ഇങ്ങനെ രൂപപ്പെട്ടൊരു സമൂഹമാണ്. അതിലെ സിസ്റ്റേഴ്സാണ് ഈ എല്ലാ സെൻറ്ററുകളിലും നേതൃത്വം കൊടുത്ത്. അപ്പോൾ അവർക്കിങ്ങനെ ഒരു സ്നേഹ ശുശ്രൂഷകൾ, ഇവരെയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം എന്ന രീതിയിലാണ്. ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളെ പോലും നോക്കാൻ പറ്റാത്ത എത്രയോ, പക്ഷെ ആ സ്ഥാനത്താണ് ഇവരെയെല്ലാം സ്വന്തം എന്ന രീതി നോക്കാനെടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു പ്രേരക ശക്തിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നൊരു ദൈവാനുഭവം. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ വരുമ്പോഴാണ് നമുക്കിതൊന്ന് വിശാലമാക്കി എടുക്കാൻ നമുക്ക് പറ്റും. എല്ലാവരെയും കൂട്ടിയണക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഒരു പരിധി വരെ. അപ്പം അങ്ങനെ ഒരു തരം സന്തോഷം സമാധാനമായിട്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ ഒട്ടേറെ അനാഥാലയങ്ങൾ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ അനാഥാലയങ്ങൾ കൂടുന്തോറും ഈ സമൂഹത്തിൻ്റെ ഒരു പരാജയം എന്നുള്ള രീതിയിലല്ലേ അതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു പരാജയത്തെ അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അതുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ
ഓക്കെ, നമ്മളിങ്ങനെ ഒരു ദൈവവിശ്വാസികളാണെങ്കിലും ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ടാകാം. അങ്ങനെ എന്തൊക്കെയോ ഈ ഈ നമ്മളിലുള്ളൊരു ദൈവാനുഭവം അത് മനുഷ്യനിലേക്ക് ചെന്നെത്താതെ അത് ഓരോ രീതികളിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അതായത് ദൈവാനുഭവം എന്ന് പറയുമ്പോൾ ആ ദൈവാനുഭവം എൻ്റെ കൺമുമ്പിൽ കാണുന്ന മനുഷ്യനെ സ്വന്തം ബന്ധം അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം അവസ്ഥകളെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യനുമുണ്ട്. പക്ഷെ ഇതാണ് സത്യത്തിൽ ഈ മതങ്ങളൊക്കെ പഠിപ്പിക്കുക. പക്ഷെ ഇത് എവിടെയോ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ഓരോരോ ഇപ്പം ഒരു മതത്തിന് പേര് പറഞ്ഞ പ്രശ്നം അതുകൊണ്ട് ആരും പേര് പറയുന്നില്ല. പക്ഷേ മനസ്സിലാക്കുമ്പോൾ ഈ മതങ്ങളൊക്കെ ഇതൊക്കെ വെറും ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോരോ വിശ്വാസ സംഹിതകളിലൊക്കെ നിന്ന് ഈ അതൊരു വശത്ത്. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയായാലും ശരിക്കും സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടതായ ഓക്കെ അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കണമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്രയും എനിക്ക് അങ്ങോട്ട് തോന്നണില്ല. കാരണം ഞാൻ 1996 ഇത് കട്ടപ്പനയെ തുടങ്ങിയതാണ്. അപ്പം അന്ന് തൊട്ട് അന്നൊന്നും ആർക്കും വേണ്ടായിരുന്നു ഇങ്ങനെയുള്ള രോഗികളെ. ഇപ്പം നേരത്തെ കാലം ഗവൺമെൻറ് എല്ലാ തലത്തിലും ഇതിൻ്റെ നിയമങ്ങളും അതൊക്കെ വെച്ച് കൂടുതൽ ഇൻട്രസ്റ്റും താല്പര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ വരുന്നുണ്ട്. അതൊരു വശത്ത്. പക്ഷെ മറുവശത്ത് നമ്മൾ ദൈവവിശ്വാസികളിൽ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ എന്നാ മനുഷ്യനെ സ്വീകരിക്കുക, ഉൾക്കൊള്ളുക എന്നതൊക്കെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് കാണുന്നതിൽ പരാജയപ്പെടാറുണ്ട് എന്നാണ് എൻ്റെ സ്വാർത്ഥ ചിന്ത കൂടി. അപ്പം മറ്റുള്ളവരുടെ കാര്യം ഇല്ലേ ഇൻട്രസ്റ്റ് അതായത് അവഗണിക്കുക. അപ്പം അങ്ങനെ പോകുന്നൊരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ അനുഭവം എന്ന് വെച്ചാൽ നമ്മളിതിനൊരു നേതൃത്വം കൊടുത്ത് ഇറങ്ങി വന്നപ്പോൾ ഇതൊക്കെ ഈ ജനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്നേഹാശ്രമങ്ങൾക്ക് ജാതിയില്ല, മതവുമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഞങ്ങളിത് ഇവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുമ്പോട്ട് വന്നപ്പോൾ ഒത്തിരി സപ്പോർട്ടുകൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. പോലീസും പഞ്ചായത്തുകളും വ്യാപാരി വ്യവസായികൾ എല്ലാ മനുഷ്യരും. അപ്പം അതാ ഞങ്ങൾക്ക് ഒത്തിരി പറഞ്ഞാൽ അതാണ് ഞങ്ങൾ ഇത് ഇത്രപോലെ ഇനിയും ഓരോ സെൻറ്ററുകൾ രൂപപ്പെടുന്നതിൽ കാരണം ഇത് തന്നെയാണ്, സപ്പോർട്ടാണ്. അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അപ്പം ആ രീതിയിൽ മനുഷ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ പരിമിതികളുണ്ടല്ലോ മനുഷ്യർ. ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരൊക്കെ സാധാരണ മനുഷ്യർ നോക്കാൻ പറ്റില്ലല്ലോ. മാനസിക രോഗികളായി പോവുക, അറിഞ്ഞിരിഞ്ഞു പോകുക. ഇവരൊന്നും സാധാരണ ഒരു വീടുകളിൽ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി കൂടി ചിലപ്പോൾ ഇതൊരു സമൂഹമാകുമ്പോൾ അവർക്ക് ആവശ്യമായ സെറ്റപ്പ് ഉണ്ടാക്കി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ആ രീതിയിൽ ഇങ്ങനെ സ്റ്റേജ് ഉണ്ടെങ്കിലും നമുക്കത് ഇഷ്ടംപോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള സെൻറ്ററുകളുണ്ട്. അതെല്ലാം പൊതുജന പങ്കാളിത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനകത്ത് പോലീസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും നാട്ടുകാർ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നടത്തുന്നവരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒത്തിരി പ്രോത്സാഹനമാണ്. അപ്പം അങ്ങനെ ഇത് നമുക്കിങ്ങനെ പുതിയ ഇപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ എറണാകുളത്തും പിന്നെ ചാലക്കുടിയിലും ഇങ്ങനെയൊക്കെ പുതിയ പുതിയ സെൻറ്ററുകൾ അതെല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ സൗജന്യമായിട്ട് തന്നതാണ്. ഈ സ്ഥലം പോലും നമുക്ക് ഇവിടെ ഒരു അനാശാലയം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സഹോദരൻ തന്നെ നടത്തിക്കൊണ്ട് നടന്നു, വ്യക്തി തന്നെ നടത്തുന്ന. അപ്പം അത് നമുക്ക് തന്നു അവിടെയാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അപ്പം അതുകൊണ്ട് അതും ഇപ്പോൾ ഉണ്ട്. നേരത്തെ കാലം മനുഷ്യത്വം എല്ലാവരിലും ഉണ്ട്. പിന്നെ പല കാരണങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞതേ നമ്മളുടെ ആ സങ്കുചിതമായി പോകും മനുഷ്യൻ. പക്ഷെ മനുഷ്യരുടെ എല്ലാവരിലും നന്മ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളും ഒപ്പം അവർക്ക് ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥനയും ധ്യാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം പ്രാർത്ഥനയാണ്. പക്ഷെ പ്രാർത്ഥനകളെ കൂടുതൽ അത് നമ്മളിൽ തന്നെ ഒരു ആഴം ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് വാചികമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ബൗദ്ധികമായിട്ട് പ്രാർത്ഥിക്കാം. ബൗദ്ധിക തലത്തിൽ ചിന്തകളും ആലോചന ഇതൊക്കെ വരാം. അപ്പം ഇതെല്ലാം കടന്ന് അതിനോട് ചേർന്ന് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇതൊക്കെ ഉണ്ടാവാമല്ലോ. ഇതെല്ലാം പറയും. പക്ഷെ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കേണ്ടത്
നമ്മൾ നമ്മൾ നമ്മളിലേക്ക് നമ്മളെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെന്ന് പറയുമ്പോൾ ഈ പുറമേ ഉള്ളതല്ലല്ലോ, ഭൗതിക തലത്തിലുള്ള ചിന്തകൾക്കപ്പുറം നമ്മുടെ ഉള്ളിലുള്ള ഒരു അനശ്വരതയുടെ ഒരു തലം ഉണ്ടല്ലോ മനുഷ്യനിൽ. അപ്പം ആ തലത്തിൽ ചെന്നെത്തുന്ന, അപ്പം അവിടെ നിന്ന് കിട്ടുന്ന അല്ലേ, സത്യം പറഞ്ഞാൽ ആ തലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മളിൽ തന്നെ എന്തൊന്നില്ലാത്ത, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം അന്വേഷിക്കും ആദ്യം. ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളിലാണ് ദൈവരാജ്യം. എന്ന് വെച്ചാൽ എന്താ, അത് ഈ പുറമേ മനുഷ്യൻ്റെ മനസ്സോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ അതിനെ ഒന്ന് ഒരു സൈലൻസിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴേക്കും നമുക്ക് ജീവിതത്തിൻ്റെ എന്താ ആഴമായൊരു തലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നമ്മളെ ആഴമായൊരു ഒരു സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും ഒക്കെ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന മനുഷ്യരാകുമ്പോൾ അവർക്കാണ് സത്യത്തിൽ അല്ലേ, ഇപ്പോൾ നമ്മളെ കാണുന്നവർ, നമ്മളോട് ഇടപെടുന്നവർ, നമ്മുടെ ഇടപെടലുകളിലൊക്കെ ഒരു പ്രത്യേകത വരണമല്ലോ. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ഒത്തിരി ഒരു യേശു ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾക്കൊരു സവിശേഷത അല്ലേ, ഒരു ദൈവാനുഭവം കിട്ടിയ വ്യക്തിക്ക് അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അപ്പോൾ യേശു തന്നെ ഏതൊരു ദൈവാനുഭവമുള്ള വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു ആകർഷണവും മനുഷ്യർക്ക് അവർ തന്നെ അല്ലേ, അപ്പം ആ രീതിയിലേക്ക് വരേണ്ടതാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ കുറേ കൂടെ ആ പ്രാർത്ഥനയിലൂടെ ആഴമായ ഒരു ദൈവാനുഭവത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുവാനും നല്ലതാണ്. അതുണ്ടെങ്കിലാണ് ഇന്നിൻ്റെ വെല്ലുവിളികളെ നമുക്ക് നേരിടുന്നല്ലോ. സത്യം പറഞ്ഞാൽ യേശു തന്നെ പറയുന്നു, നിങ്ങളെല്ലാവരും തന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടും, എന്നെ ഏകനാ ഇട്ടിട്ട് പോകും, എങ്കിലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എന്നോട് കൂടി എപ്പോഴും. എന്നിട്ടൊരു ഉപദേശം നമുക്ക് തരും, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തും, എന്നിൽ സന്തോഷം കണ്ടെത്തുക. അപ്പം അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ കരച്ചിൽ, വിഷമം, വേദന, കുരിശ്, പ്രശ്നങ്ങളല്ലേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു അനശ്വരതയുടെ ഒരു ശക്തി നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ യഥാർത്ഥ സമാധാനം. ഇപ്പം നമ്മൾ യേശുവിനെ ചിന്തിച്ച് നോക്കുമ്പോൾ യേശു കുരിശി കിടന്നും പറയുന്നിതാ എല്ലാം പൂർത്തിയായി. അതെന്ത് പൂർത്തിയാകണം? തൻ്റെ ആത്മാവിനെ അവൻ ദൈവപിതാവിന് സമർപ്പിച്ചു. കാരണം ആ കുരിശിലും തൻ്റെ ഉള്ളിലുള്ള പിതാവിൻ്റെ ആ ദൈവീകതയുടെ ആ അവസ്ഥയിലാണ് യേശു. അതുകൊണ്ടാണ് അവിടെയും ആ സഹനത്തെ പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആനന്ദദായകമാക്കാൻ, അതൊരു സ്നേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന മനുഷ്യ സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിലൂടെ നമുക്ക് എല്ലാം ഒരു ആനന്ദദായകമായി അല്ലേ. അപ്പം അതിന് നമുക്ക് എന്ത് വന്നാലും സംഭവിച്ചാലും അതിലും ഒരു അല്ലേ ഒരു അതാണ് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ദൈവം തന്നതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവദാനമാണ്. അതിലൂടെയൊക്കെ നമുക്ക് കടന്ന് നമ്മുടെ ഉള്ളിലുള്ള ഒരു ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാൻ പഠിക്കാൻ നല്ലതാണ്. പക്ഷെ അങ്ങനെ കുറേയെങ്കിലുമൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഇത് പ്രശ്നമാവുകയും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ആഘോഷങ്ങളും പ്രാർത്ഥനകളും ഇതൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ അതനുസരിച്ച് നമ്മൾ ശരിയായ ഒരു ധ്യാനാനുഭവത്തിൽ എത്തപ്പെടാത്തത് കൊണ്ട് മനുഷ്യർ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുക. കാരണം ഒന്നും ഒരു സവിശേഷമായിട്ട് ആരും കാണാത്തത് സാധാരണ മനുഷ്യർക്ക് അതൊക്കെ നമുക്ക് അവർക്കൊരു ദിശാബോധം കൊടുക്കാനൊക്കെ നമുക്ക് പറ്റണില്ല. അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങളിലൂടെ മനുഷ്യനെ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളിപ്പോൾ സന്യാസിമാർ ഇഷ്ടം പോലെയുണ്ട്. സന്യാസം എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. പക്ഷെ അവരൊക്കെ ഒരു ഈശ്വര അനുഭവം ഉള്ളവരായി അവരിലൂടെ നമ്മൾ ലോകത്തിലുള്ള മനുഷ്യർക്ക് കിട്ടേണ്ട ചില വെളിച്ചങ്ങളും ഒക്കെ കിട്ടുവാനും നല്ലതായിരുന്നു. അപ്പം അതിനെല്ലാവരും പരിശ്രമിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. അതെ, യേശുദേവൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മൊത്തവും കുറേ ഉപമകളിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പം അങ്ങേ സ്വാധീനിച്ച ഏതെങ്കിലും ഉപമ, യേശുദേവൻ്റെ ഉപമ നമുക്ക് വേണ്ടി ഒന്ന് പറയാം. പിന്നെ സ്വാധീനിച്ചതാണ്. ഇപ്പം നമ്മൾക്കറിയാം, നഷ്ടപ്പെട്ട ആട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നാണയം, അതൊരു നഷ്ടപ്പെട്ട ധൂർത്തപുത്രനെ പറ്റിയൊക്കെ. ഇനി അതെല്ലാം സത്യത്തിൽ എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടവരും അധപ്പതിച്ചവരും, അതിനാൽ തന്നെ മനുഷ്യർക്ക് ശരിയായ ഒരു ദിശാബോധമില്ലാതെ അലഞ്ഞു തിരിയുന്നവരാണ് ഈ മനുഷ്യരെല്ലാവരും. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ തേടിയാണ് സത്യം പറഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ സാക്ഷികളായ ലോകത്തിലേക്ക് ഓരോരുത്തർ വരും. ഇപ്പം യേശു ഇങ്ങനെ വന്നു. യേശുവിനെ
കണ്ടോ, യേശു തന്നെ പറയുന്നുണ്ടോ, ഞാൻ നീതിമാന്മാരെ തേടിയൽ, പിന്നെ പാപികളെയും ചുങ്കക്കാരെയും വേശ്യകളെയും അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടും മുറിപ്പെട്ടും ആരും ഇല്ലാത്ത അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഉണ്ട്, വിശേഷ അവന് ഇങ്ങനെ എല്ലാ മനുഷ്യരും. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഇപ്പം യേശുവിനെ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ ഊർത്തുകുത്തൻ്റെ ഉപമയുണ്ട്, അതുപോലെ തന്നെ 100 ആടിൽ ഒന്ന് നഷ്ടപ്പെട്ട് അതിൻ്റെ പിറകെ പോകുന്ന അതും ഇതിനോടൊക്കെ ചേർത്ത് മനുഷ്യരെ തേടി ഇറങ്ങുന്ന ഒരു ദൈവം, അപ്പം അതാ യേശു ക്രിസ്തുവിൽ ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഞാൻ സത്യം പറഞ്ഞ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ധൂർത്തപുത്രനെ പോലെ ഒത്തിരി മേഖലകളിൽ ആ ശരിയായ ആ ക്രിസ്തുവിൻ്റെ രൂപയിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ അവസ്ഥയിൽ നിന്നും എനിക്കൊരു, ഞാൻ പറഞ്ഞൊരു ധ്യാനമൊക്കെ കൂടി ഒരു ആകർഷണം കിട്ടി. പിന്നെ ആ യേശുവിനെ തേടി ധൂർത്തപുത്രനായ ഞാൻ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവനിൽ എനിക്ക് കണ്ടു. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്, ഏതൊരു അവസ്ഥയിലും അവനിൽ നമുക്ക് പാപമോചനമുണ്ട്, രക്ഷയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ അടിമയല്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആ ധൂർത്തപുത്രൻ്റെ ഭൂമിയിൽ തന്നെ ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠനുണ്ട്. അപ്പം ആ ജ്യേഷ്ഠൻ ഈ സഹോദരനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ സഹോദരൻ വീട്ടിൽ വന്നപ്പോൾ നേരെ കാണാൻ പോലും പറ്റാത്ത അവനെതിരെ ചിന്തിച്ചു. അതൊരു പ്രതീകമായിട്ട് അങ്ങനെ ഉപമയിൽ. പക്ഷേ യേശു ആ ധൂർത്തപുത്രൻ്റെ പിതാവാകട്ടെ ഇറങ്ങി ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്ത് അവൻ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും കൊടുത്ത്, അല്ല അവൻ പറയുന്നത് മൃതനായിരുന്നു, ഇന്ന് അവൻ ജീവിക്കുന്നു. അങ്ങനെ അവൻ എല്ലാ അർത്ഥത്തിലും, ഇതൊരു സത്യം പറഞ്ഞാൽ മനുഷ്യരായവരെ എല്ലാം ദൈവം തേടുന്നുണ്ട്, അവൻ്റെ പിറകെ ദൈവമുണ്ട്. പക്ഷെ ആ ദൈവത്തെ കണ്ടെത്തുക എന്നത് നമ്മുടെ വശത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പരിശ്രമം നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അവന് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഈ പറയുന്ന കണ്ടോ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം എന്താണെന്നും ആ ദൈവത്തിൻ്റെ നമ്മളോട് താല്പര്യം എന്താണെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, ലക്ഷ്യമുണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടറിഞ്ഞ് അനുഭവിച്ചൊരു ദൈവത്തെ എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ഇത് അനുഭവിക്കാത്ത സഹോദരങ്ങൾക്കായി കൊടുക്കണം എന്നൊരു ആവേശം നമുക്കപ്പം വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞല്ലേ, 13 വർഷക്കാലം പഠിച്ചിട്ടാണ് 10ാം ക്ലാസ് പാസ്സായതെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഉഴപ്പ് ഒരെത്തി പറഞ്ഞാൽ ഉഴപ്പും അങ്ങനെയുള്ള ഓരോ വഴികളിലൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം യേശു എന്നെ സ്വന്തമാക്കി രക്ഷിച്ചപ്പോൾ എനിക്ക് ആ കർത്താവിന് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി ജീവിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ യേശുവിനെ പോലെ ഞാനും ഇങ്ങനെ ഉണ്ടോ ഒറ്റപ്പെട്ടവർക്കും മുറിപ്പെട്ടവർക്കും ഒക്കെ ഉള്ളവരുടെ ജീവിക്കണം, പ്രസംഗിക്കണം, അതാണ് സുവിശേഷം കൊടുക്കണം എന്നൊരാവേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഈ സന്യാസ വൈദികനായി പുറത്തതിന് ശേഷം ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഒരു വേറൊരു തലമാണ്. അപ്പം അതിന് പ്രസംഗം മാത്രമല്ല, അത് പ്രായോഗികമാക്കി അല്ലേ. അതിനാണ് ഞാൻ കൺമുമ്പിലെ മനുഷ്യനെ അവൻ്റെ വേദനകളിൽ സഹായിക്കണം, അവൻ്റെ ശുശ്രൂഷിക്കണം, ഇങ്ങനെയുള്ള ഒരു വശങ്ങളെ ഇപ്പം എനിക്ക് ദൈവാനുഗ്രഹത്താൽ ഈ സ്നേഹാശ്രമങ്ങളിലൂടെ എനിക്കത് സാധിച്ചു. ചുമ്മാ നമ്മൾ എന്തെങ്കിലും പ്രസംഗം മാത്രം പോലല്ലോ, പ്രസംഗത്തോടൊപ്പം പ്രവൃത്തി. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ച്, അവൻ എൻ്റെ സ്വന്തമാണെങ്കിൽ സ്വന്തമായിട്ട് കാണിച്ച് അവന് വേണ്ടി ജീവിക്കുക, അത് നമുക്ക് പറ്റണം. അത് പറ്റിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനാണ് അർത്ഥമുള്ളൂ. അപ്പം ആ രീതിയിൽ ഈ സ്നേഹാശ്രമങ്ങളിലൂടെ കൂടെ ഇവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആദ്യകാലത്ത് പ്രസംഗത്തിനേക്കാൾ വലിയ ശക്തി എനിക്ക് തന്നെ അനുഭവപ്പെടും. കാരണം ഞാൻ അറിയുന്ന എൻ്റെ അനുഭവിച്ചു. മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് മതങ്ങളോ അതോ ഇതിൻ്റെ പേരിൽ മനുഷ്യനെ വിഭാഗീയത കാണുന്നത് ശരിയേ അല്ല. ഇപ്പം യേശുവിൻ്റെ കാലം നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ മനുഷ്യനെ തട്ടുതട്ടായിട്ട് ആ ജാതി ഈ ജാതി ഇടയന്മാരും മുക്കുമാർ ഇങ്ങനെ. പക്ഷെ യേശു ഇതെല്ലാം ഒരു ദൈവത്തിൽ എല്ലാവരും ദൈവമക്കൾ, ആ ഒരു ബോധത്തിലേക്ക് മനുഷ്യനെ പൊക്കിക്കൊണ്ടുവരാനാണ് ഈശോ. ആ രീതിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനിങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മതങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിന് വേണ്ടി അന്വേഷിച്ചാൽ അവനിങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുവട്ടിൽ ഞാനങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പുത്രൻ്റെ ആ ഒരു ഉപമ അങ്ങ് പറഞ്ഞാൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഒരു പിതാവിന് 2 മക്കൾ. ആ 2 മക്കളിൽ ഇളയ മകനാണ്. അപ്പം
ഇളയ മകൻ ഇങ്ങനെ വീട്ടിലായിരുന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ അവസ്ഥയല്ലേ. അപ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യം അപ്പനായിട്ടുള്ള ആ ബന്ധത്തിൽ അത്ര സന്തോഷവും സംതൃപ്തിയും കിട്ടാതെ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ എവിടെയും കൂടുതൽ സ്വാതന്ത്ര്യത്തിന്, കൂടുതൽ സുഖത്തിന്, സ്വന്തം ഇഷ്ടത്തിൻ്റെ പിറകെ പോയി. അങ്ങനെ ഞാൻ പോയി അപ്പൻ അവൻ ആവശ്യപ്പെട്ടു തൻ്റെ വീതം കിട്ടണമെന്ന്. നല്ല അപ്പനായതുകൊണ്ട് അതും വീതം എടുത്ത് വാങ്ങിക്കൊണ്ട് പോയി. പക്ഷെ അത് അവൻ്റെ സ്വാർത്ഥതയാണല്ലോ. സ്വന്തം വീട് വിട്ട്, സഹോദരങ്ങളെ വിട്ട്, അതൊക്കെ അവൻ്റേതായ സ്വാതന്ത്ര്യത്തിൽ സ്വാർത്ഥതയിൽ പോയതുകൊണ്ട് തന്നെ അത് ഓരോ സ്റ്റെപ്പും അത് അങ്ങേയറ്റത്തെ നാശത്തിലേക്കാണ്. അവസാനം പന്നിക്കൂട് വരെ ചെന്നെത്തി അവിടെ പോലും നിൽക്കൊന്നും കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അവൻ പറയുന്നുണ്ട് സുബോധം വന്നെന്ന് പറഞ്ഞു. ഒരുപക്ഷെ മനുഷ്യനിങ്ങനെ സുബോധം പല മേഖലയിലായിരിക്കും. ചിലപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി, ഒറ്റപ്പെട്ട് മുറിപ്പെട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ദൈവപരിപാലനയിൽ മനുഷ്യരെ ചിലപ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരാക്കുന്ന ഒരു ബോധത്തിലേക്ക് നയിക്കാനായിരിക്കും എല്ലാ തിക്ത അനുഭവങ്ങളും വിഷയങ്ങളും അങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ ആ ദൂർത്തുപുത്രൻ പന്നിക്കൂട്ടിലായിരുന്നപ്പോൾ തൻ്റെ അപ്പനെ പറ്റി ഓർത്തു എന്നാണ് പറയുന്നത്. തൻ്റെ വീട്ടിൽ എത്രയോ സാധാരണ മനുഷ്യർ, വേലക്കാർ ഒരു സുഭിക്ഷമായി, ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ബോധം വന്നു. ആ അപ്പനെ ഓർത്തു, ആ വീടിനെ ഓർത്തു. അപ്പോൾ അവൻ തിരിച്ചു വന്നു. ഇതാണ് തിരിച്ചു വരിക. അപ്പോൾ ഈ തിരിച്ചു വരിക ഈ തിരിച്ചു വരിക നമുക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതാണ്. നമുക്കുള്ളൊരു എല്ലാവർക്കും ഉള്ളൊരു സ്വർഗീയ അപ്പയുണ്ട്, സ്വർഗീയ അപ്പൻ. ആ അപ്പനിലേക്ക് തിരിച്ചു വരുന്നതാണ്. അത് നമ്മുടെ മനുഷ്യരിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പം നമ്മുടെ നന്മയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അങ്ങനെ ആ യേശുവിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ അതാണല്ലോ മനുഷ്യൻ. അവനിലേക്ക് അവൻ ദൈവത്തെ കണ്ടു, സഹോദരങ്ങളെ കണ്ടു, തന്നെ കണ്ടു. അത് അവന് ഭയങ്കരമായ ജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയിൽ എത്തിച്ചേരാൻ അവനത് ഉപകരിക്കുവാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴാണ് ഒറ്റപ്പെടുന്നതാണല്ലോ. അപ്പം ഞാൻ ഏകനായി പോകാൻ കാരണം അവൻ്റെ ബന്ധങ്ങൾ എന്നാന്ന് അവനെ ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും. അവൻ്റെ അടിസ്ഥാന ബന്ധം ഒരു ദൈവത്തിലായെന്നും അവൻ്റെ ബന്ധങ്ങൾ മനുഷ്യരോട് ചേർന്ന് വരേണ്ടതാണെന്നും അതൊക്കെ എങ്ങനെയോ കിട്ടാത്തതിൻ്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ആയി പോകാം. പക്ഷേ അവൻ്റെ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചു ദൈവത്തോടും മനുഷ്യരോടും നമ്മളോട് തന്നെ. അപ്പോൾ അത് നമ്മളെ വലിയ ജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാ മതങ്ങളും സത്യം പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്, എല്ലാ മനുഷ്യരും. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ട് അതാണ് ശരി, ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ മതങ്ങളിൽ തന്നെ മനുഷ്യനെ, പക്ഷേ എന്നെ സംബന്ധിച്ച് ഏതും ആയിക്കോട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് കിട്ടുന്ന ബോധ്യമില്ല. അവിടെ യേശു ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും യേശു നമുക്ക് ആരും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോന്നാണ് യേശു പറയുന്നത്. അല്ല, ഇതപ്പോൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വിളിയുണ്ട്, ഒരു ഇതുണ്ടേ. അപ്പം നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുവാനും നമ്മൾ ആ ഉള്ളിൽ തന്നെ നമ്മുടെ തനിമ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം അങ്ങനെ കണ്ടെത്തി വരുവാണെങ്കിൽ നമ്മളൊക്കെ ബന്ധങ്ങൾ വരുമെന്നൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഓരോരുത്തരുടെ ഓരോ വൈകല്യങ്ങളും അല്ലെങ്കിൽ ആ സങ്കുചിതമായ കാഴ്ചപ്പാടുകളിലൂടെ മനുഷ്യൻ, ഞാനങ്ങനെയാകുമ്പോൾ എൻ്റെ ഈ ശൈലിയിലേക്ക് ആൾക്കാരെ കൂട്ടാൻ നോക്കില്ല. അപ്പോൾ അത് പ്രശ്നമാകും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൽ വേണം. ആ സ്വാതന്ത്ര്യം കിട്ടി അറിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് തന്നെ ചില ബോധ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ കിട്ടാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ യേശു ഒരിക്കലും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണല്ലോ, എല്ലാ മനുഷ്യരെയും ജീവജാലം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്, അപ്പോൾ ആ മനുഷ്യൻ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിൽ മറ്റൊരു ക്രിസ്തു എന്ന രീതിയിൽ വളർന്ന മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ദൈവത്തെ പിതാവായി, മനുഷ്യരെ സഹോദരങ്ങളായി, താൻ എല്ലാവർക്കും ഒരു സഹോദരനായി, ഈ ജീവജാലങ്ങളിലും കണ്ടോ, ആകാശഗോളങ്ങളിൽ എല്ലാവരിലും ആ ഒരു സാഹോദര്യം ദർശിച്ച ഒരു വിശാലത. പക്ഷെ അത് നമുക്ക് എല്ലാവരും കിട്ടേണ്ടതാണ്. പക്ഷെ അതിലേക്ക് വരുന്നില്ല. അപ്പം അത് നമ്മളാരും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പക്ഷേ അതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് തോന്നുന്നു. ശരിക്കും ക്രിസ്തുദേവ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഉയർന്നു വരണമെന്നുള്ള ഒരു രീതിയായിരിക്കും. അത് പറയാലോ, അത് മറ്റൊരു ക്രിസ്തുവാകുകയാണ്. അതിന് നമ്മൾ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുക, അവൻ്റെ രൂപി, ആ ചൈതന്യത്തെ സ്വീകരിച്ച് വന്നാൽ. പക്ഷേ ഇപ്പം ഞങ്ങളുടെ
ഇപ്പോൾ കത്തോലിക്കൽ ക്രിസ്ത്യാനികളിടയിൽ തന്നെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒത്തിരി വിഭാഗീയത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചുരുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഴങ്ങളിലേക്ക് ആരും പോകുന്നില്ല. നമ്മൾ ഉപരിതലത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ചുരുങ്ങി പോകുന്നതോ എന്നൊക്കെ ഒരു ചിന്ത ക്രിസ്തുവിന്റെ വചനങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് മനസ്സിലാക്കുന്നതിൽ പക്ഷെ മനസ്സിലാക്കാൻ പരിശ്രമത്തിൻ്റെ കുറവുകൊണ്ടേ. പലപ്പോഴും ഇത് ഒരു ഭൗതിക തലമല്ലല്ലോ ഇത്. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകാം. ഭൗതിക തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നു, പഠിക്കുന്നു ഇങ്ങനെ. പക്ഷേ ഇതിന് വേറൊരു തലമുണ്ട്. സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ പറയും ഞങ്ങൾ ഒരു ആത്മാവിലേക്ക് വരുമ്പോൾ യേശു ഒരു ശരീരത്തിലെ അവയവങ്ങളെന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാം ഉണ്ട്. അത് അത്രയും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരിലുള്ള ഒരേ ചൈതന്യമാണ്. ആ ചൈതന്യത്തെ തൊട്ടറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. അതിന് കാര്യമായ ഒരു ഊന്നൽ കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. അതെ, ഈ വിശ്വാസവും സംശയവും നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ്, നമ്മുടെ ഒരു പോരാട്ടമാണ്, മനസ്സിൻ്റെ ഒരു പോരാട്ടം ഇവർ തമ്മിലാണ്. അപ്പം ഈ സംശയം എന്നുള്ളത് ആധ്യാത്മികതയുടെ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വളർച്ച ആവശ്യമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില അവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഈ അവിശ്വാസം ഉണ്ടാകുന്നതിലൂടെ അതൊരു വിഷയമായി നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആ വിഷയത്തെ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും അത് പരിഹരിക്കണം. അപ്പം അതിന് നമ്മൾ കൂടുതൽ അന്വേഷണമാകാം, പഠനമാകാം. അപ്പം അതിനകത്ത് തന്നെ നമുക്കത് ബോധ്യങ്ങളായി പതുക്കെ തിരിച്ചറിവുകളായി ബോധ്യങ്ങളായി ഇത് രൂപപ്പെട്ടു വരും. അപ്പം അങ്ങനെ നമ്മുടെ വിശ്വാസം അവസാനമാകുമ്പോഴേക്കും പാറ പോലെ ഉറക്കി വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരെല്ലാം ആദ്യകാലങ്ങളിൽ അവർക്ക് യേശുവിൽ അവർ വിശ്വസിച്ച് പിറകെ വരുന്നു. പക്ഷെ ആ വിശ്വാസം തന്നെ അവർ ഭൗതികമായും അല്ലെങ്കിൽ യേശുവിൻ്റെ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രാജാവായിട്ട് മാത്രം ഈശോയെ കണ്ടും അവർ യേശുവിൻ്റെ ഒരു പദവിയിൽ ആഗ്രഹിച്ചു. അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനൊക്കെ ആഗ്രഹിച്ച, പക്ഷെ അന്നേരമൊക്കെ യേശു അവരെ പലപ്പോഴും പഠിപ്പിച്ചിരുന്നു. അവസാനം യേശു ആരെന്ന് അവരറിയുന്നു. പക്ഷെ അതിനു മുമ്പ് അവർ ഇട്ടിട്ടും പോകുന്നുണ്ട്. ഈശോയുടെ മരണത്തോടെ അവരെല്ലാം ഇട്ടുപോയി. എങ്കിലും അവരുള്ളിൽ ആ യേശുവിനോടുണ്ടായിരുന്ന ആ ബന്ധത്തിൽ അവരെ ചേർത്ത് വെച്ച് യേശു അവസാനം യേശു അവരുടെ സംശയങ്ങളെല്ലാം മാറ്റി പരിഹരിച്ചു കൊടുത്തത് തൻ്റെ ഒരു ഉത്ഥാനത്തിന് ശേഷമാണല്ലോ. അപ്പം ആ യേശുവിനപ്പുറം പറയുന്നൊരു ശക്തിയെ പറ്റി യേശു പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയും പരിശുദ്ധാത്മശക്തി അവരുടെ മേൽ ആവസിച്ചപ്പോഴാണ് യേശു ആരെന്നും ഈ ഭൗതിക തലത്തിനപ്പുറമുള്ളൊരു തലത്തെപ്പറ്റി അവർക്ക് അന്നേരമാണ് ബോധ്യങ്ങളുണ്ടായി. അപ്പോൾ ആ ബോധ്യ വളർച്ചയിലേക്ക് ആ സ്റ്റേജ് വരെ ഇന്നിപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം ഭയന്ന് വിറച്ചായിരുന്നേ യേശുവിൻ്റെ മരണശേഷം. അവിടെ ഒരു ശക്തി അവരിൽ ആവസിച്ചു. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് ചാടി. അവർക്ക് ആ ബോധ്യങ്ങളുണ്ടായി. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ അവനെ പറ്റിയാണ് ഞങ്ങൾ നിങ്ങളോട്. അതുകൊണ്ടാണ് ആ ബോധ്യം അത്രയും വന്നതുകൊണ്ടാണ് അവർക്ക് മരണം ഒരു വിഷയമേ അല്ല. ഏത് വെല്ലുവിളികളും ഏത് സഹനങ്ങളും. അപ്പം അത് അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമുക്ക് നിരന്തരം നമുക്ക് ഈ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള പോരാട്ടം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞൊരു ധ്യാനാത്മക ജീവിതത്തിലൂടെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ അവനവൻ്റെ ഉള്ളിലുള്ള ഈ അവിശ്വാസവും ഈ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതാണ് ഇപ്പം ഇപ്പം യേശുവിൻ്റെ മുന്നോടിയായ സ്നാപയോഹന്നാൻ വലിയ മനുഷ്യനാണ്. പക്ഷേ ഒരിക്കലും ആ മനുഷ്യനെ പീഡനങ്ങളുടെ നടുവിൽ ഞങ്ങൾ വരുവാനിരിക്കുന്നത് നീ തന്നെയോ എന്നൊക്കെ പറഞ്ഞ് യേശുവിൽ ഒരുതരം സംശയം. പക്ഷേ അപ്പം യേശു പറഞ്ഞ് നിങ്ങൾ കണ്ടതും കേട്ടതും ചെന്ന് അറിയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞയച്ചത്. ഞാൻ പറഞ്ഞത് ഇത് വരും. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളിരുന്ന് യേശുവിനെ കണ്ടുമുട്ടണം. ഈ കണ്ടുമുട്ടെന്ന് വെച്ചാൽ ഒരു ദൈവാനുഭവം നമ്മളിരുന്ന് ധ്യാനത്തിലൂടെ. ആ ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ള ആവശ്യമില്ലാത്ത ഇതുപോലുള്ള ചിന്തകളും വികാരങ്ങളും ഫീലിങ്സും സംശയങ്ങളെയും തിരിച്ചറിഞ്ഞ്
അതിനെ അതിനപ്പുറത്തേക്ക് ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആ സംശയങ്ങളെയൊക്കെ നമുക്ക് മാറ്റി ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ നമുക്ക് പറ്റും. പക്ഷെ അതിനൊക്കെ പോരുന്ന ഒരു ധ്യാന രീതിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ ഇതില്ലെങ്കിൽ നമ്മളിതിങ്ങനെ പുറമേ നമ്മുടെ വിശ്വാസം, പക്ഷെ അത് പോരാ. പലരും ഇത് നമ്മുടെ ലൈഫിനെ പോലെ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു വെല്ലുവിളികൾ എടുക്കാൻ പറ്റാതെ പോവുക. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ വെറും മാനസികമായിട്ട് പ്രതികരിക്കാം, അങ്ങനെയൊക്കെ വരും. അപ്പം പത്രോസിനോട് പോലെ യേശു നിൻ്റെ ചിന്തകൾ മാനുഷികം എന്ന് പറയുന്നുണ്ട്. അപ്പം നീ അങ്ങനെയൊക്കെ പറയാൻ കാരണം നമ്മളിതെല്ലാം ഒരു മാനുഷികവും വെറും വിശ്വാസ തലത്തിൽ കണ്ടാൽ പോരാ. അതിലൂടെ നമ്മൾ നിരന്തരം നമ്മൾ ഈ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, പരീക്ഷണങ്ങൾ വരും. അപ്പം അതിനെ നമ്മൾ ദൈവത്തോട് ചേർത്ത് വെച്ച് എടുത്തെടുത്ത് അപ്പം നമുക്ക് കിട്ടുന്ന ചില വെളിച്ചം കിട്ടും, ഉൾക്കാഴ്ചകൾ കിട്ടും, ആഴമായ ബോധ്യങ്ങൾ കിട്ടും. അപ്പം അങ്ങനെ ഒരു ബോധ്യ രൂപീകരണമൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ഇതൊന്നും പറ്റണില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചെടുത്ത് നിൽക്കും. അത് നമുക്കുള്ള അത് ഇങ്ങനെ അത് പോരാ. അപ്പം ഇപ്പം ആരായാലും എനിക്ക് തോന്നുന്നു അതാ, നമ്മൾ ആരായാലും ദൈവാന്വേഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം മേഖലകൾ ചോദ്യങ്ങൾ ചോദിച്ച് ദൂരീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കയറി വരാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ തോന്നുന്നു. ഫാദർ, പ്രാർത്ഥന ഒരു പ്രധാന ഘടകമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ. ഈശ്വരനോട് എത്താൻ അല്ലെങ്കിൽ അത് ബോധ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മാറ്റം വരുത്തുന്നത്? പ്രാർത്ഥനയിലൂടെ ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞു, അത് വെറും വാചികമാകുന്ന ഒരു തലമുണ്ട്. അത് ഭൗതിക തലത്തിൽ നിന്ന് പിന്നെ വൈകാരിക തലങ്ങളെയൊക്കെ അത് മാറ്റി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം സാവകാശം. അങ്ങനെ നമ്മൾ പ്രയറിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊരു നവീകരണം വരാം. അപ്പോൾ നവീകരണം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ നവീകരണത്തിലൂടെ നമുക്കൊരു രൂപാന്തരീകരണം ഉണ്ടാകാം. അപ്പം നമുക്ക് ഉൾക്കാഴ്ചകൾ, വെളിച്ചം കിട്ടി, ദൈവ സാന്നിധ്യം നമുക്കൊരു ചുമ്മാ ഒരു തിരിച്ചറിവാകാം, ഒരു അനുഭവമാകാം, ഒരു അവബോധമൊക്കെയായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കണ്ടുമുട്ടുകയാണ്. കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വരാൻ, അതെന്നെ കൂടുതൽ മനുഷ്യരിലേക്ക് ഇതെല്ലാം ഇതിട്ടിട്ട് പോകാം. കണ്ടോ, ഈ പഴയതെല്ലാം വലിച്ചെറിയാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, വയലിൽ നിധിയായ ഒരു ദൈവത്തെ അന്വേഷിക്കും തോറും ആ നിധി കണ്ടെത്തുന്നതനുസരിച്ചാണ് നമുക്കിതെല്ലാം വിറ്റ് ആ നിധി ആയിരിക്കുന്ന സ്ഥലത്തെ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തോട് ഇതും സാധിക്കുന്നത് ധ്യാനാത്മ ജീവിതത്തിലാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ പുറമേ ഉള്ളൂ. നമുക്ക് നമസ്കാരങ്ങൾ, ഞങ്ങളുടേതായ രീതി പ്രാർത്ഥനകൾ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും അവസ്ഥകളും മാനസികാവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഒരു അവബോധത്തിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് എന്നിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളിലുള്ള ആ ദൈവികതയുടെ സാന്നിധ്യമൊക്കെ കൂടി അപ്പോൾ എപ്പോഴും നമുക്ക് ആ ദൈവിക സന്നിധിയിലായിരിക്കാനും ഇപ്പം പൗലോസ് അങ്ങനെ പറയും, ഞാനല്ല ക്രിസ്തു എന്ന് ജീവിക്കുന്നു, കർത്താവിൽ ചരിക്കുക, നിലനിൽക്കുക, ജീവിക്കുക. കാരണം ഇങ്ങനെ ആ ദൈവീകമായ സാന്നിധ്യത്താൽ നമുക്ക് ആകാം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരാത്മാവിൽ എന്നുവെച്ചൊരു പോസിറ്റീവായ കൂടുതൽ ദൈവസ്നേഹം, കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ സന്തോഷം, ഒരു സമാധാനം, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാം. ഇപ്പം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമാധാനം എന്ന് പറയും. നമുക്ക് ഭൗതികമായ സമാധാനമുണ്ട്, പക്ഷെ അതൊക്കെ വന്നു പോകുന്നതാണ്. ചിലപ്പോൾ വരും, ഇല്ലാവും. പക്ഷെ ഇതല്ല, നമ്മുടെ ഉള്ളിൽ ദൈവമായിട്ട് ഐക്യപ്പെട്ടിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആഴമായ സമാധാനവും സന്തോഷവും ഒക്കെ. ഞാനിപ്പോൾ എൻ്റെ സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണം, സന്തോഷത്തിൻ്റെ ഒരു ഉപകരണം. അപ്പം അങ്ങനെ ആകണമെങ്കിലോ നമ്മൾ തന്നെ ഒരു സമാധാനമായി മാറണം. അവസ്ഥ ഉണ്ടാണ്. അപ്പം അതിലെ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമുക്കതിന് മാറ്റം വരാം. പക്ഷെ അതിനൊക്കെ വേണ്ടത് ഇതാണ്, നമ്മൾ കുറേ കൂടെ ഈ ഒരു അതാണ് യേശു. ഇപ്പം യേശു പോലും ഗെത്സേമനിലേക്ക് പോകുമ്പോൾ രക്തം വിയർക്കണുണ്ട്. ഗെത്സേമനി പ്രാർത്ഥിച്ചുമ്പോൾ രക്തം വിയർക്കുന്ന മാനസിക സംഘർഷം, ആ സംഘർഷങ്ങളിലൂടെയാണ് യേശു പോയത്.
അപ്പോൾ യേശു പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലേ, പിതാവെ പറ്റുമെങ്കിൽ ഈ കാസ മാറ്റിത്തരണേ, ആ സഹനത്തെ മാറ്റിത്തരാനാ. പക്ഷെ അത് അപ്പം അത് മാറുകയല്ല ചെയ്തത്, തൻ്റെ ഉള്ളിനെ ദൈവവുമായി ചേർത്ത് ആ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചപ്പോൾ അപ്പം താനല്ല, തന്നിലുള്ള തൻ്റെ പിതാവിൻ്റെ ആ ശക്തി സാന്നിധ്യത്തിൽ ആ സഹനങ്ങളെ എടുത്തു യേശു. ആ സഹനങ്ങളെ എടുത്തു. പിന്നെ അവിടെ തൊട്ട് യേശു നോക്കുക, ആ കുരിശിൻ്റെ വഴിയിൽ ഒരിക്കലും ചഞ്ചലചിത്തനാകുന്നില്ല, പരാതിയില്ല, ശാന്തമായി. അപ്പോൾ ഇതൊക്കെ മനുഷ്യന് പറ്റുമെന്ന് വെച്ചാൽ കുറേയൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നെങ്കിലാണ് നമ്മളിൽ ഈ എന്താ ഒരു ദൈവാനുഭവം എന്ന് പറയാവൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. ഈ പ്രാർത്ഥന ശരിക്കും നമ്മളുടെ മനോതലങ്ങളെ ഉയർത്തുന്നു എന്ന് പറയാം. ഇപ്പോഴുള്ള മാനസികമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ നിന്നും അതിനെ മോചിപ്പിച്ചു. മനസ്സിലെ ചിന്തകൾ, വികാരങ്ങൾ ഇതൊന്നും അല്ലല്ലോ. അപ്പം അതൊക്കെ അസ്തമിച്ച് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നിശ്ചലതയും സ്വസ്ഥത. അപ്പം വേറൊരു ഇല്ല, ഞാനപ്പോൾ ഒരു ആത്മാവായിരുന്നു, ഒരു ആന്തരിക സത്തയായിരുന്നു, ഞാനാകുന്ന ഒരവസ്ഥയുണ്ട് നമ്മളിലുണ്ടാകാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അപ്പം അതിൻ്റെ ദൈവം നമ്മളെ സഹായിക്കുവേ. നമ്മളിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവവും നമുക്ക് അടുത്ത് വരുന്നത് പോലെ തോന്നും. കാരണം ദൈവം നമുക്ക് അടുത്താണ്. സത്യത്തിൽ ദൈവത്തിലാണ് നമ്മൾ ചരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവയർനെസ്സിൽ ഇരിക്കാൻ അറിയാത്തത് കൊണ്ട് ദൈവത്തിന് പോലും പറ്റണില്ല തന്നെ വെളിപ്പെടുത്താൻ. അത് എനിക്ക് ചിലപ്പോൾ അങ്ങ് തോന്നാറുണ്ട്. മനസ്സിന്റെ ലോകത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുവാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ഉയരാൻ പോലും സമ്മതിക്കില്ല. അതിന് പോലും അറിവില്ലാത്തവര്, ഞാനൊരു ശ്രമം പോലും നടത്താത്ത സ്റ്റേജ് ഉണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യും? അതാണ് ശരിക്കും ആ മനസ്സിനെ തന്നെ ആയിരിക്കും യേശുദേവൻ സാത്താൻ എന്ന് പറഞ്ഞത്. നിന്റെ ചിന്തകൾ ആ ചിന്ത മാനുഷിക ചിന്തകളല്ലേ, ആ ചിന്തകളെ വിട്ട് പോകുന്നൊരു തലം വരുമ്പോഴാണ് ഒരു ആത്മാവിൽ ഉള്ള ഒരു തലം നമ്മളിൽ പ്രബലപ്പെടാലോ. സത്യത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവ മക്കളെന്നൊക്കെ പറയും. ആ ആത്മാവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒക്കെ, ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിറഞ്ഞൊരു വ്യക്തിത്വത്തെ യേശു പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ദൈവസ്നേഹമാണെന്ന് പറയും. സ്നേഹം സർവോത്കൃഷ്ടം. ഇനി യഥാർത്ഥ സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ പല ചിന്തകളുണ്ട്. പക്ഷേ യഥാർത്ഥ സ്നേഹം യേശുവിൽ നിന്ന് പറയാം നമുക്ക്. കാരണം യേശു അനന്ത സ്നേഹം എന്ന് വെച്ചാൽ അത്രയും വേദനകളുടെ നടുവിലും യേശു സമചിത്തതയിൽ, ശാന്തതയിൽ, എല്ലാവരെയും ഒരു വിശാലതയിൽ ശത്രുമിത്ര ഭേദമന്യേ കുരിശിൽ ഈശോ. അതാണ് ഈശോയുടെ മനോഹാരിതയായിട്ട് എനിക്ക് തോന്നുന്നത്. യേശു കുരിശിലും ആരെയും മനസ്സിൽ മാറ്റുന്നില്ല. അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ അജ്ഞതയാണ്, അവനിലേക്കാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു രൂപമായിട്ട് ഒരു വചനമുണ്ട്, കുരിശിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ലോകത്തെ എന്നിലേക്ക് ആകർഷിക്കുമെന്ന് യേശു പറഞ്ഞു. സത്യം ആ കുരിശിലാണ് ഈശോയെ ശാരീരിക പീഡനം, മാനസിക പീഡനം, എല്ലാ പീഡനങ്ങളുടെ നടുവിലും യേശു ഈ ലോകത്തെ മനുഷ്യനെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്തും. പിന്നെ അവിടെ പറഞ്ഞ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണേ അവർക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഒരു തലമുണ്ട്. അപ്പം ആ തലം അത് നമുക്ക് കുറേശ്ശെങ്കിലും അവൻ്റെ ആ രൂപിയിൽ വെളിപ്പെട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമുക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറ വിമർശനാത്മകമായിട്ട് ചോദ്യം ചെയ്ത് എന്തിനെ നിഷേധിക്കുന്ന ഒരു രീതിയിലുള്ളൊരു സമീപനമാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം ഉണ്ടാവാം. ഇപ്പം ഈ സാത്താൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പറയുന്നുണ്ടല്ലോ, സാത്താനെ സൃഷ്ടിച്ചത് ആരാണ്? ഒത്തിരി ആ മേഖലകളിൽ എനിക്ക് ആധികാരിക പഠനമൊന്നുമില്ല. എങ്കിലും എൻ്റെ ചിന്തയിൽ ഒരു തെറ്റി പറഞ്ഞാൽ സാത്താനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയേണ്ടതിൽ അല്ല. ദൈവം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ സാത്താനായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യന് അധപ്പതനമുണ്ട്. ഇപ്പം നമ്മൾ പറയും ദൈവം സൃഷ്ടിച്ച മാലാഖമാരുടെ ഇടയിൽ അധപ്പതനം വന്നു. അപ്പം ആ അധപ്പതനം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മനുഷ്യർക്കൊക്കെ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അല്ലാതെ നമ്മളല്ലെങ്കിൽ ഒരു യന്ത്രത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ മാറില്ലേ. ഇതങ്ങനെയാകാതെ തൻ്റെ ഛായയിലോ സാദൃശ്യത്തിലോ
മനുഷ്യനെ സൃഷ്ടിച്ചവനൊരു സ്വാതന്ത്ര്യത്തിൽ അപ്പം അവനും അവൻ്റേതായ റോളിൽ ഈ സൃഷ്ടാവിനെ തേടുക. അപ്പം അങ്ങനെ അവൻ്റെ ജീവിത വഴികളിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളിലൂടെ, ജീവിത വിഷയങ്ങളിലൂടെ ദൈവത്തിലേക്ക് ചെന്നെത്താൻ ആകാം. ദൈവം ഒരു പക്ഷേ എന്തല്ല, അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ മനുഷ്യരിൽ അധപ്പതിച്ച അവസ്ഥയുണ്ട്. എങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ മനുഷ്യനെയൊക്കെ രക്ഷയിലേക്ക് നയിക്കാവുന്ന എന്തൊക്കെയോ അവൻ്റെ ഉള്ളിൽ ദൈവം അവൻ്റെ സൃഷ്ടാവിനെ തേടാനും അറിയാനും ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ ഭൂമിയിൽ നമ്മളറിയാം അല്ലേ, ഇപ്പോൾ കർത്താവിൻ്റെ വചനമാണ്, ഒരു വീട്ടിൽ തന്നെ ഉള്ളവർ നിൻ്റെ ശത്രു. ഈ ശത്രുത നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പലപ്പോഴും പറ്റുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ എന്നെ ഉണ്ട്. പൗലോസ്ലിഹയുടെ വാക്ക്, ഞാൻ ദുർഭകനാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്തോ എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ ഈ ഒരു ദൈവീക നിയമത്തിന് വിരുദ്ധമായ എന്തോ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അപ്പം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലും കാണും, വ്യക്തികളിലും കാണും, ലോകത്തിലെല്ലായിടത്തും ഈ നന്മകളും തിന്മകളും തമ്മിലുള്ള ഈ വിഷയങ്ങൾ, ഇപ്പോൾ യുദ്ധങ്ങൾ തന്നെ നമുക്ക് എന്തല്ല. അപ്പം അത് ഇനി ഇത് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ സംഘർഷാവസ്ഥ, വിഷയങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ മനുഷ്യരിൽ എന്തോ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അവനിൽ ആ വ്യക്തിയുടെ തലത്തിലും സമൂഹത്തിൻ്റെ തലത്തിലും കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ഒരു ദൈവീകതയൊക്കെ, ഇപ്പം എൻ്റെ ജീവിതം നമ്മൾ ആരംഭിച്ചു അവസാനം വരെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിലും പ്രായത്തിനും അനുസരിച്ച് നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരും, കാഴ്ചപ്പാടിൽ മാറ്റം വരും, വീക്ഷണത്തിൽ മാറ്റം വരും, എനിക്ക് ഒത്തിരി വ്യത്യാസം വരും. പക്ഷെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പല സ്വഭാവമുള്ള മനുഷ്യരുകളിൽ ഒരുമിച്ച് ജീവിച്ച്, അപ്പം നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തു തന്നെ നോക്കുക, തൻ്റെ കൂടെ കൊണ്ടു നടന്ന അപ്പോസ്തലന്മാരെല്ലാം ഓരോ തരത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷെ അവരൊന്നും യേശു ഒരിക്കലും ആരെയൊന്നും അതിൻ്റെ പേരിൽ മാറ്റിയൊന്നും അവർ ഉൾക്കൊള്ളുകയാണ്. അപ്പം ഈ ഉൾക്കൊള്ളലിലൂടെയാണ് ക്രിസ്തുവായത്. ഇല്ലേ, നോക്കി ചെയ്യും. ഇത്രയും സഹനങ്ങളും കുരിശുകളും ഉണ്ടായിട്ടും ക്രിസ്തു ഒരിക്കലും അവരെ കൊണ്ട് മടുത്തില്ല. പക്ഷെ അത് ആ വശത്ത് ഇവരെ സംബന്ധിച്ച് അവരുടേതായ രീതിയിൽ ഇല്ലേ, ഒരു പക്ഷേ യേശു ഭഗവാന് തള്ളിപ്പറഞ്ഞതുകൊണ്ടാകാം അവന് ചിലപ്പോൾ പിന്നീട് മാറ്റം വരാം. ഇപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനാകാം, ഒറ്റിക്കൊടുത്തവരാകാം. അപ്പം അങ്ങനെയൊക്കെ അവർ അവരുടേതായ രീതിയിൽ അവർ ജീവിത ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഇതെല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം നമ്മൾ അതിനൊരു സാത്താൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു തിന്മയുടെ വശം മനുഷ്യനിൽ അത് എങ്ങനെ കയറിക്കൂടി എങ്ങനെയെന്ന് ഞങ്ങളുടേതായ ഇൻ്റർപ്രിട്ടേഷനുണ്ട്. പക്ഷെ ആ രീതിയിൽ പക്ഷേ എന്നാലും മനുഷ്യനെ ദൈവം ഇത് ഇല്ലേ, ഇപ്പോൾ കർത്താവ് ദരിദ്രരെന്ന് നിങ്ങളോട് കൂടി ഉണ്ടാകാം. നമ്മുടെ ഇപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഒരു പറുദീസയല്ലല്ലോ. ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഒത്തിരി അപാകതകളും കുറവുകളും വിഷയങ്ങളും ഇവിടെ മനുഷ്യർ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധത്തിലും അല്ലേ പരസ്പരം സ്നേഹിച്ചും അല്ലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തും അങ്ങനെ ഒരു ഞങ്ങൾ പറയും യേശു പ്രസംഗിച്ച് ദൈവരാജ്യം എന്ന് പറഞ്ഞാണ്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥാപിക്കാനാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ എന്നും ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് തീറ്റയും കൂടി എന്നതിനുപരി അത് സമാധാനവും നീതിയും കണ്ടോ സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ മനുഷ്യൻ എന്നും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ആ പരിശ്രമം ഈ ഭൂമിയിൽ അല്ലേ, യേശുവിനെ പറ്റി പറഞ്ഞ യേശു നല്ല ഓട്ടം ഓടി എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ പൗലോസ്ലീഹ പറയുന്നത് നല്ല ഓട്ടം ഓടി എന്നുവെച്ചാൽ എന്ന് പറഞ്ഞ പോലെ യേശു എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകണമെന്ന് പറയാനുണ്ട് 12-ാമത്തെ വയസ്സിൽ. എന്നുവെച്ചാൽ തൻ്റെ ദൗത്യം എന്നതായിരുന്നു. അതുപോലെ എനിക്കൊരു ദൗത്യമുണ്ട്, സഹോദരനുണ്ട്, എല്ലാവർക്കും ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വെളിച്ചത്തിൽ ജീവിച്ച് നമുക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ, മറ്റുള്ളവർക്കും ആ നല്ല സന്തോഷത്തിൻ്റെ വാർത്ത കൊടുക്കാൻ, ഒരു സമാധാനം കെട്ടിപ്പടുക്കാൻ ഒക്കെയുള്ള ഒരു പരിശ്രമം എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ പിള്ളേർ എന്തൊക്കെ പറഞ്ഞാൽ തന്നെയും അവർ അവരുടേതായ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് അവരിൽ ചിലർക്ക് നല്ലത് ഉരുത്തിരിഞ്ഞ് വരും എന്നൊക്കെ തോന്നുന്നു. സ്വാർത്ഥ ചിന്തകളെയാണോ സാത്താൻ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു? അടിസ്ഥാനപരമായ തിന്മ എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയാകാം. ഞാൻ എൻ്റെ അല്ലേ, എൻ്റെ അഹം അല്ലേ, സത്യത്തിൽ അതാണ് എല്ലാ മനുഷ്യരിലും ഉള്ളതല്ലോ. ഈ അഹം പോയെങ്കിലല്ലേ, ഇപ്പോൾ അഹം പോയി അവിടെ നമ്മൾ അല്ലേ, ഇപ്പോൾ യേശു പോലും പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരിക. പക്ഷേ ഞാൻ എൻ്റേതായത് വിട്ട്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ഇവിടെ വെച്ച്
ഞാൻ പിതാവിൽ നിന്ന് വന്നു, പിതാവിലേക്ക് പോകുന്നു, പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതുമാണ് ഞാൻ നിങ്ങളോട് പറയുക. ഞാനല്ല, പിതാവാണ് എന്നിലൂടെ. കണ്ടോ, ഇത്രയും പിതാവിനോട് ഐക്യമുണ്ട്. ഇതേ ഐക്യം സത്യത്തിൽ നമ്മളും ഈ ദൈവത്തോടും മനുഷ്യരോടും ഒക്കെ വേണമെങ്കിൽ ആകാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ കുഴപ്പമാകും. ആ സമയത്ത് ഞാൻ കണ്ടോ ഈ എൻ്റെതായ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വലിപ്പം, എൻ്റെ പേരെന്തോ ആയിക്കോട്ടെ, പേര്, പ്രശസ്തി, അറിയപ്പെടും, ഇതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അത് കീഴടക്കിയെങ്കിൽ മാത്രമേ എല്ലാവരെയും നമുക്കൊരു സാഹോദര്യത്തിൽ, അല്ലേ, സത്യം പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഒന്നായി മാറും. ഞാനെന്ന് പറയുന്നിടത്ത് ഇന്നും രണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, അകലമാകുകയും. പക്ഷെ അകലമില്ലാതാകുക അത് എവിടെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് യഥാർത്ഥ സ്നേഹത്തിൽ നീ ഞാനും ഇല്ല, നമ്മൾ ഒന്നാകുന്ന ഒരു കൂട്ടായ്മയുടെ, അത് ദൈവമായ, അപ്പം ആ കൂട്ടായ്മയിലാണ് നമ്മുടെ ഈ കൂട്ടായ്മ ദൈവത്തോടും ചേരുന്നതാണ്. ദൈവമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്നത്, അല്ലേ, ആ ഒരു തലമാണ് ആ സ്നേഹം, എല്ലാവരുമായിട്ടും കൂട്ടായ്മയും. അപ്പം അങ്ങനെ സ്വാർത്ഥതയെ വെടിഞ്ഞ്, ഇപ്പം അച്ഛന് എനിക്ക് വേണമെങ്കിൽ എൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി, അത് എൻ്റെ പേര്, പ്രശസ്തി, അറിയപ്പെടുക, ആളാകുക, അങ്ങനെ ആകാമല്ലോ. പക്ഷെ അതല്ലല്ലോ ഞാൻ, അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി. ക്രിസ്തുവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവസാനം വരെ അവൻ തനിക്ക് വേണ്ടി ഒന്നും, എല്ലാം സഹജീവികൾക്ക് വേണ്ടി അർപ്പിച്ചു കടന്നുപോയി. അപ്പം അതിലാണ് യേശു അതിലൂടെ തൻ്റെ പിതാവിനോട്, അല്ല ദൈവത്തിൻ്റെ ആ പ്രിയപുത്രനാകുന്ന, അല്ലേ, കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപുത്രനും മനുഷ്യർക്ക് യഥാർത്ഥ സ്നേഹിതൻ എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരിൽ ഒരു സാഹോദര്യം എന്ന് പറയാം, ബന്ധം. ആ ബന്ധത്തിലേക്കാണ്, സാർവത്രിക, കണ്ടോ, വിശാല സ്നേഹത്തിലേക്കാണ് യേശു നമ്മളെയൊക്കെ നയിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന പല വിഷയമുണ്ട്, പക്ഷെ അത് പോട്ടെ. സത്യത്തിൽ യേശു നയിച്ചതൊരു വിശാല സ്നേഹത്തിലേക്ക്, ഭൂമിയിലുള്ള സകലമാന മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്നൊരു ബന്ധമാണ്. അത് ഭൂമിയിലുള്ള മനുഷ്യരോട് മാത്രമല്ല, അതാണ് അപ്പുറം ജീവജാലങ്ങളെയും എല്ലാം ഉൾക്കൊള്ളാൻ പോരുന്ന ഒരു സാഹോദര്യമാണ് സത്യം പറഞ്ഞ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവിടെ അന്നേരം അതിനകത്ത് ഈഗോയ്ക്ക് സ്ഥാനമൊന്നും ഇല്ല. ഈഗോ വന്നപ്പോഴായിരിക്കും ചിലപ്പം ആ ഒരു ഒറ്റിക്കൊടുക്കലും, തീർച്ചയായിട്ടും തള്ളിപ്പറയലെല്ലാം വന്നതാണല്ലോ. അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും അതെല്ലാം തനിക്ക്, പണത്തോടൊരു ആസക്തി ഉള്ളിൽ ഉണ്ടോ, ഒരു ആസക്തിയാണ് യുദാസിൻ്റെ ഉള്ളിൽ കടന്നു. സൗകര്യം കിട്ടിയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്തു. പത്രോസാണെങ്കിൽ പറയാം, ആരൊക്കെ വീണാലും ഞാൻ വീഴില്ല എന്ന് പറയുന്ന ഒരു അഹം കയറി വന്നു. അതൊക്കെ വീഴും, നമ്മൾ വീണ് എഴുന്നേറ്റ് നമ്മളിങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വളർച്ചയുണ്ട്, ഒരു അന്വേഷണമുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ഒരു ലക്ഷ്യം വെക്കുന്നില്ല നമ്മൾ. ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഇരുണ്ട് വെളുത്തങ്ങ് പോവുക, എന്നുവെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മൾ ജീവിച്ചു പോകുന്നു. അപ്പം അത് തീഷ്ണതയില്ല, ലൈഫിനൊരു തീഷ്ണതയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം ഈ യേശുവിൻ്റെ ശത്രുവായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സാവൂൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മളുണ്ടല്ലോ ബൈബിളിലെ. ഇപ്പോൾ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുണ്ട്. ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചെങ്കിൽ ഒരിക്കൽ ആ മനുഷ്യൻ നല്ല ഓട്ടം ഓടി. ഒരിക്കൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാർത്ത, സുവിശേഷം എത്തിക്കാൻ വേണ്ടി. അപ്പം ഇതൊന്ന് വിശദമായിട്ട് പറയാമോ? ഈശോയുടെ അപ്പസ്തോലന്മാരെ, അപ്പം ആ അപ്പസ്തോലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ലാത്ത, എന്നാൽ പിന്നീട് പ്രത്യേകമാം വിധം യേശു വിളിച്ചവനാണ് ഈ സാവൂളെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സാവൂളിനെ കർത്താവ് പ്രത്യേകമാം വിധം കുതിരപ്പുറത്ത് നിന്ന് ഒരു പ്രത്യേക രീതിയിൽ വിളിച്ച് അദ്ദേഹം ആ ക്രിസ്തുവിനെ പിന്നെ തേടാൻ തുടങ്ങി. തേടിയപ്പോൾ കർത്താവ് നീ ആരാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ചോദ്യത്തോട് ആ മനുഷ്യൻ ആരംഭിച്ചപ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ മറ്റാരുടെ അടുക്കിലേക്ക് പോകാതെ അറേബ്യ മരുഭൂമിയിൽ ഇരുന്ന് ഈ യേശുവിൻ്റെ ഈ ഒരു വെളിപാട് കിട്ടിയപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഈ യേശുവിൻ്റെ രൂപിയിൽ നിറഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു മനുഷ്യനാണ് സാവൂൾ പൗലോസായി മാറി. അദ്ദേഹം ഇങ്ങനെ വെളിപാടുകളിലൂടെ ക്രിസ്തു ആരെന്നും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ യേശുവിനെ വെളിപ്പെട്ട് അദ്ദേഹത്തിലൂടെയാണ് ലോകം അറിയുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ലേഖനങ്ങളിലൂടെയും ഈ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിൽ ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ ഇടയ്ക്കൊക്കെ കൂട്ടിച്ച് അദ്ദേഹത്തിൻ്റെ
ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും അനുഭവിച്ചറിയാൻ, അതിൽ പൂരിതനാകാൻ, ഞാനല്ല ക്രിസ്തുവാണ് എന്ന് ജീവിക്കുന്നത്, കർത്താവ് ഞാൻ ചരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒത്തിരി ആ ക്രിസ്തു ബോധത്തിൽ നിന്നും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ആ ബോധ്യങ്ങളുടെ ഒരു അംശം പോലും നമുക്കാർക്കും ഇല്ല. അപ്പം അതാണ് ഈ പ്രശ്നേ. അത് കിട്ടാൻ നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അതിനാണ് ഈ ധ്യാനം പോലുള്ള ധ്യാനം എന്ന് പറയുമ്പോൾ അതാണ്. അത് ധ്യാനത്തിൽ മാത്രമേ അത് കിട്ടൂ. നമ്മൾ ഈ യേശുവിനെ തേടണം, അറിയണം. ഇന്നുള്ള ഈ അവനെ പറ്റിയുള്ള വികലമായ ചിന്താഗതികൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതിന് സ്ഥാനം കൊടുക്കാതെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അവൻ്റെ പേരിൽ. അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷേ യേശു പറയുന്നൊരു വാചനമുണ്ട്, ഞാൻ നിങ്ങളെ അറിയില്ല എന്നൊക്കെ പറയും യേശു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവൻ്റെ പേരിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പച്ചനായാലും ആകാശപ്പുറം പാവപ്പെട്ട നോക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊക്കെ ക്രിസ്തുവിന് ഇഷ്ടമാകും. ഇങ്ങനെ ഇതിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണ് ഞാൻ കണ്ട, കേട്ട, അറിഞ്ഞ യേശുവിൻ്റെ സ്നേഹമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ. ആ ഒരു ബോധം എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു വരുവേ, സ്വന്തം പേരിന് അത് വരും. അതുകൊണ്ട് ഇത് ജീവിതമാണ് അല്ലേ. ഇപ്പോൾ വചനമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ സ്നേഹത്തിൽ എൻ്റെ സഹോദരങ്ങളാണ്, അവരങ്ങനെ കിടക്കാൻ പാടില്ല, എനിക്ക് മാക്സിമം ചെയ്യണം, അവരെ സംരക്ഷിക്കണം. ഇത് ഒരു ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ എനിക്കത് അങ്ങനെ വരണം. അപ്പം അതിന് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ യേശുവിനെ ജീവിതകാലം മുഴുവൻ അന്വേഷിക്കണമെന്ന് ഞാൻ പറയും. ജീവിതം മുഴുവനും ദൈവാന്വേഷണമാക്കണം. കാരണം എന്തോരം അന്വേഷിച്ചാലും ഒന്നും ആവില്ല. വീണ്ടും അന്വേഷിക്കും തോറും നമുക്കിങ്ങനെ കണ്ടെത്തി വരുമ്പോൾ അത് തന്നെയാണ്. എന്നിട്ട് ആ കണ്ടെത്തിയവന് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പം അത് ജീവിതം. പക്ഷെ അതിനൊക്കെ ആൾക്കാർ കുറവാണ്. പക്ഷെ അതിനൊരു ധൈര്യം വേണമെന്ന് തന്നെ പറയും. ക്രിസ്തു പോയ വഴി എളുപ്പമുള്ള വഴിയല്ലല്ലോ. എളുപ്പമുള്ള വഴിയല്ല. പക്ഷേ ആ വഴിക്ക് പോയാൽ അവനെ പറ്റിയുള്ള അനുഭവങ്ങളുണ്ടാവില്ല. അതാണ്. അപ്പം നമുക്ക് കൂടുതൽ തിരിച്ച അറിവും അനുഭവങ്ങളുണ്ടാകണം, ബോധ്യങ്ങളുണ്ടാകണമെങ്കിൽ അല്ലേ പറയുന്നുണ്ട്, ഞാൻ പോയ വഴി നീ നടക്കണമെന്ന്, കുരിശെടുക്കണം. പക്ഷെ അപ്പം അങ്ങനെ കുരിശ് ചുമക്കാൻ മടിച്ചിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടണേ, ഒരു ഇൻട്രഡക്ഷൻ എങ്കിലും നമുക്ക് കിട്ടണേ. ചിലപ്പോൾ അതില്ലാതെ പോകുന്നുണ്ട്. നമുക്കൊരു ഫോർമേഷൻ ടൈമുകൾ, ഇൻട്രഡക്ഷൻ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും പ്രായോഗിക തലത്തിൽ എത്രത്തോളം ആഴത്തിൽ വരുന്നില്ല. അതിനൊരു ഫാദർ, ക്രിസ്തുദേവൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഊന്നൽ കൊടുത്തിട്ടുള്ളത് സ്നേഹവും ക്ഷമയും. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സമൂഹത്തെ നോക്കിയാൽ സമൂഹം ഒരു സ്വാർത്ഥ താല്പര്യത്തിൽ മാത്രം അതിൻ്റെ ബേസിസിൽ വിഭജിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു സന്ദേശം, ഈ യേശുദേവൻ്റെ ഈ ഒരു സന്ദേശം ഈ കാലഘട്ടത്ത് എത്രത്തോളം ആപ്ലിക്കബിളാണ്? നമ്മൾ വിശ്വസിക്കുന്നു ദൈവം അനന്ത സ്നേഹമാണ്, ആ കാരുണ്യമാണ്, അതിനകത്തെല്ലാം ക്ഷമയും ഇതെല്ലാം പെടുന്നതാണല്ലോ. ക്ഷമയിലൂടെയാണല്ലോ ആ സ്നേഹത്തിൻ്റെ പൗലോസ് പറയുന്നുണ്ട്, സ്നേഹം സർവോത്കൃഷ്ടം. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും, എല്ലാം പൊറുക്കും, എല്ലാം മറക്കും, എല്ലാം കണ്ടോ അതിനകത്തുണ്ട്. ആ സ്നേഹമില്ലെങ്കിൽ ശരീരം തന്നെ ദഹിപ്പിക്കാൻ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നമുക്ക് ഒത്തിരി വലിയ എന്താ അറിവുകളോ കഴിവുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ ഇല്ല. അപ്പം ആ സ്നേഹം ഇനി അതൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തണം എന്ന് പറയും. അത് നമുക്ക് നമ്മളിലേക്ക് വരുന്നുണ്ടത്. അപ്പം അത് അവിടെ തന്നെ വേണമെങ്കിൽ പറയും. അപ്പം ഒരു വചനമുണ്ട്, ഇതാണ് ദൈവം തൻ്റെ സ്നേഹം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്നുണ്ട്. ദൈവാനന്ദ സ്നേഹമായിട്ട് ഇങ്ങനെ മനുഷ്യനെ ഉദിച്ചുയർന്ന് നിൽക്കുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി ഒഴുകി വരുന്നത് പോലെ വരുന്നുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൽ നിന്നാണല്ലോ. ആ ദൈവീകതയെല്ലാം മനുഷ്യനിലുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളുടെ വശത്തു നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ പോലെ സ്വാർത്ഥത, നമ്മുടെ ആ വഴികൾ നമുക്കിങ്ങനെ കണ്ട് യേശുവിന് പോലും ഉണ്ടായ പ്രലോഭനങ്ങൾ, കല്ല് അപ്പമാക്കുക എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള പലതും. അതാണ് ഒരു പക്ഷേ അതപ്പതിച്ച അവസ്ഥ എന്ന് പറയുമ്പോൾ.
അവസ്ഥയിലേക്കാണ് മനുഷ്യന് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പം അതിനെതിരെ ഒഴുക്കിനെതിരെ ഒരു പിടുത്തമാണിത് ദൈവാന്വേഷണം. അപ്പോൾ ആ സ്വാഭാവിക പ്രവണതകളിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിലേക്ക് ഒരു ശ്രദ്ധ വയ്ക്കണം നമ്മളെ. പക്ഷെ ആ ശ്രദ്ധ നമുക്ക് കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവൻ്റെ പേരിൽ പലതും ചെയ്യുന്നു. അപ്പോൾ ആ ശ്രദ്ധ വയ്ക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ആ സ്നേഹത്തിൽ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. കണ്ടോ, ശത്രു മിത്ര ഭേദമന്യേ. യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണത എന്ന് പറയുമ്പോൾ ഈ സ്നേഹവും ക്ഷമയും കരുണയും ദയൊക്കെയാണ്. അതിലേക്ക് ഇനി അത് ചുമ്മാ ഒരു വാക്കുന്നതിലുപരി ഒരു ചൈതന്യമാണല്ലോ ദൈവത്തിൻ്റെ ആ ചൈതന്യം. അതിനായി നമ്മൾ തുറന്ന് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അപ്പോൾ നമുക്ക് ആരോടും എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊരിക്കലും മനുഷ്യരെതിരെ തിന്മ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുവേ. അവരെന്തെല്ലാമൊക്കെ ചെയ്താലും പറഞ്ഞാലും നമുക്ക് ക്ഷമിക്കാനേ കഴിയും. അതാണ് ദൈവത്തെ അത് ഇന്ന് പറ്റാത്ത എന്നു വെച്ചാൽ അത്രയ്ക്കൊന്നും നമ്മളാരും അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചൊന്നും കാര്യമായി ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരുപക്ഷെ അവൻ എന്നെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, നിന്ദിക്കുന്നു, കുരിശു തറയ്ക്കുന്നു. പക്ഷെ അവരോട് ഈശോ പറഞ്ഞ ഒറ്റ വാക്കാണ്, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അജ്ഞതയാണല്ലോ. മനുഷ്യൻ അവനാരെന്നും അവൻ്റെ വലിപ്പം എന്നാന്നുള്ള അജ്ഞതയില്ല. അങ്ങനെ അവൻ പീഡിപ്പിച്ചതുകൊണ്ടാണ് യേശു അവനോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടുമാണ് ദൈവം സ്നേഹമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആ കുരിശിൽ കിടന്നപ്പോൾ അവർ ഇങ്ങനെയൊക്കെ തിക്ത അനുഭവങ്ങൾ കൊണ്ട് യേശുവിനെ പീഡിപ്പിച്ചപ്പോൾ അവൻ ഒരു റിയാക്ഷനൊന്നും ഇല്ലല്ലേ. അപ്പോൾ ആ യേശുവിൻ്റെ ഒരു സ്നേഹ സമീപനമല്ലേ. കണ്ടോ, യേശു എപ്പോഴും അതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു സമീപനമാണ് ദൈവം. അവന് അതേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള ആ ഒരു ആ ക്രിസ്തുവിൻ്റെ ആ സ്നേഹ സാമീപ്യം, അപ്പം അതിലേക്കൊന്നും നമ്മൾ എത്തപ്പെടാനോ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പറ്റുവേ. മനുഷ്യൻ്റെ ഒരു ആത്മീയ ഹൃദയം നമ്മളുടെ ഡെവലപ്പായി വരിക എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം യേശു പറയണം നമുക്കൊരു പുതിയ ഹൃദയം തരാമെന്നൊക്കെ പറയും യേശു അല്ലേ. ഒരു മാംസലമായ ഹൃദയം. മാംസലമായ ഹൃദയം എന്ന് വെച്ചാൽ ദൈവാത്മാവ് അല്ലേ. ഇപ്പം നമ്മുടെ ഹൃദയം കഠിനമാകാം, പലതരത്തിലുള്ളതായ അടിമത്തങ്ങൾ നമ്മളിലുണ്ടല്ലോ. ഇപ്പോൾ ഈ നീരസമായിട്ടും കോപമായിട്ടും ഓരോ വൈകാരിക മാനസിക അടിമത്തങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അപ്പം അതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിൽ നമുക്കൊരു ഹൃദയം, മാംസ ഹൃദയം കിട്ടുമ്പോൾ പച്ചയ്ക്ക് ഇത് പറഞ്ഞ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സ്നേഹിച്ച് മരിച്ചിട്ട് ഒത്തിരി വിശുദ്ധരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് കടന്നു പോയ എത്രയോ. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ അത് ഒറ്റയടിക്ക് ചിലപ്പോൾ രക്തസാക്ഷിത്വം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചും ക്ഷമിച്ചും നന്മ ചെയ്തും, കണ്ടോ, അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം നന്മയല്ല, എല്ലാവർക്കും നന്മ ചെയ്തും നിരുപാധികം, അതൊക്കെ വാക്ക്. അപ്പം അതൊക്കെ ആകാൻ പറ്റും നമുക്ക്, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നിരുപാധികം. പക്ഷേ ഇപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കുറവുള്ളവൻ്റെ പിറകെ പോവുകയാണല്ലോ. കേട്ടോ, സഹോദരൻ എന്നോട് ദേഷ്യത്തിലും വിഷയത്തിലും പ്രശ്നത്തിലുള്ളപ്പോൾ ഞാൻ സഹോദരനെ മറക്കുകയല്ല, ഞാൻ അവന് അതാണ് ഒറ്റപ്പെട്ടു പോയ എൻ്റെ പിറകെ പോകുന്ന, ഒറ്റപ്പെട്ട് മുറിപ്പെട്ട് കൂട്ടം വിട്ടു പോവുക. അപ്പം അവന് അജ്ഞത കൊണ്ടാണ് അവനെ അങ്ങനെ. സത്യത്തിൽ അതാണ് യേശു പഠിപ്പിച്ചത്. പക്ഷെ ആ പാഠങ്ങളൊന്നും നമ്മളാരും ശരിക്കും ഒരു ധ്യാന വിഷയമൊന്നും ആക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ. അപ്പം പ്രായോഗിക ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലാണ് ഇത് വേണ്ടത്. അധികവും മനസ്സിൽ ഉണ്ടാകുന്ന ചിന്താഗതികളല്ലേ. ഇപ്പം എൻ്റെ മനസ്സിൽ ആർക്കും എതിരെ ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു വചനമുണ്ട്, അത് ദൈവം ഒരിക്കലും നമ്മുടെ തെറ്റുകൾ നമുക്കെതിരെ പരിഗണിക്കുന്നതേ ഇല്ല. ദൈവം ഒരിക്കലും, കാരണം മനുഷ്യൻ ഇങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് ദൈവം എന്നും എപ്പോഴും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന അല്ല യേശുവിൽ കാണുന്നത്. അവസാനം വരെ നമ്മോട് കൂടെ നിന്ന് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് യേശുവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുക. അപ്പം അതിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചും ആഗ്രഹിച്ചാൽ, കണ്ടോ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് കിട്ടുമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച കുറേശ്ശെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ഹൃദയത്തിന്റെ ഭാഷ വശമാക്കിയാൽ ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും തീരും. നമുക്കങ്ങനെ പറ്റും. അപ്പം അങ്ങനെ
നമ്മുടെ ജീവിതം ഓക്കെ. നമുക്കിതിപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എങ്കിൽ തന്നെയും എന്നെ കുറച്ച് നാളായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് എനിക്കതൊരു കൃപ, ഒരു അനുഗ്രഹം ദൈവം തന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. അപ്പം അങ്ങനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഈ മനുഷ്യരൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ കുടിച്ചും വലിച്ചും കഞ്ചാവ് അടിച്ചും ക്രീം വരുന്ന മനുഷ്യർ, അവരൊന്നും ഒരിക്കലും നമുക്കൊന്നും അവരെ ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ, നമ്മൾ അവരെ ഉൾക്കൊള്ളണം. അവരെന്തൊക്കെ കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ ഒരു വികാരം കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. സ്നേഹത്തിൻ്റെ പേരിൽ മുട്ട കൊടുക്കും, അത് വേറെയാണ്. അതല്ലാതെ നമ്മൾ അവരെ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം, അവർക്ക് വേണ്ടി വീണ്ടും പരിശ്രമിക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളാണ് വളരുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള അതാ ഇതിൻ്റെ ഭാഷ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇട്ടിരിക്കുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാകും, അവർക്കല്ല മാറ്റം വരുന്നത്. ഇങ്ങനെയുള്ളവരെ ഉൾക്കൊണ്ട് നമ്മളുടെ മാറ്റം അവരെ സ്വാധീനിക്കും. ഇപ്പം സഹോദരൻ എന്നും എനിക്കിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നു, വിഷയം ഉണ്ടാക്കുന്നു. പക്ഷെ ഞാൻ അതിനോട് ഒരിക്കലും റിയാക്ട് ചെയ്യാതിരുന്നാലോ കൂടുതൽ സമയം ആ സഹോദരന് ചെയ്യാൻ പറ്റില്ല. കണ്ട, അപ്പം ഇത് എന്നെ ബാധിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ പറ്റും. അപ്പം അതിനുള്ള വചനമുണ്ട്, ശത്രുവിന് വിശന്ന ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ യേശുവിൻ്റെ പഠനങ്ങളാണ്. ആരോഗ്യമാക്കാൻ നമ്മൾ ശത്രുമിത്ര ഭേദമെന്നെ മനുഷ്യർക്ക് നന്മ ചെയ്ത് സ്നേഹം പങ്കുവെച്ച് അവർക്ക് ഉപകാരം ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ അച്ഛന് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. കുടിച്ച് ലക്കില്ലാതൊക്കെ വന്ന് പ്രശ്നം സൃഷ്ടിച്ചാലും ഇവരൊന്നും എന്നെ മറക്കണില്ല. ചിലപ്പോൾ അവരെന്നെ വിളിക്കും, വീണ്ടും വിളിക്കും, എത്ര പ്രാവശ്യം. പക്ഷെ അവർക്ക് അവരോരോ ദുശീലങ്ങൾ കാരണം ചിലപ്പോൾ നമുക്ക് അവർ വീടുമില്ല, വീട്ടുകാരുള്ളവർ തന്നെ, പക്ഷേ വീട്ടുകാർ സ്വീകരിക്കില്ലാത്ത സ്റ്റേജിൽ കഴിയുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അച്ഛൻ പറയും സ്നേഹാസ്മകം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടും മുറിപ്പെട്ടും വിഷമിച്ചും നടക്കുന്ന മനുഷ്യർക്ക് അഭയം കൊടുക്കുന്ന ഭവനങ്ങളായി സ്നേഹാശ്രമങ്ങൾ. പക്ഷേ യേശു ആയിരുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? യേശു യുദാസിനെ പോലെ ഈ തള്ളി പറയണേ, അവനെയും കൂടെ കൊണ്ടുപോകും. അതൊരു ശൈലിയാണ്. അപ്പം അങ്ങനെയൊക്കെ ആർക്ക് പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അത് ആണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഇതൊക്കെയാണ് ദൈവം നമുക്കും സാധ്യമാക്കി തരും എന്നൊരു അപ്പം അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വിഷമങ്ങൾ ഉണ്ടാവേ. ഇങ്ങനെ നമുക്ക് ശല്യമായിട്ട് തോന്നും. പക്ഷെ ആ ശല്യത്തെ ഞാൻ അവർക്കെതിരെ എടുക്കാതെ അവിടെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം എന്നെ ആ സമാധാനത്തിലെടുക്കാൻ, ശാന്തമായിട്ടെടുക്കാൻ, അവരോട് ക്ഷമ കൊടുക്കാൻ, സ്നേഹിക്കാൻ നമ്മൾ പഠിക്കും. ഓരോ കാര്യങ്ങൾ ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പം നമ്മൾ ആ യേശുവിൻ്റെ സ്നേഹം, ആ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഭാഷ, ആത്മീയ ഹൃദയമാണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പം ഒരു മനുഷ്യൻ്റെ സ്നേഹവും ഈശ്വരൻ്റെ ആ ഒരു സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളവരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യത്തിൽ നമ്മളെ മനുഷ്യനെ പറ്റി ദൈവങ്ങളെന്ന് വേണമെങ്കിലും പറയാം. ദൈവം അത് എല്ലാ അർത്ഥത്തിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വശമുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യരിൽ അടിസ്ഥാനപരമായിട്ടും ഈ ദൈവസ്നേഹം അല്ലെങ്കിൽ മനുഷ്യനിലും അതുപോലെ നമ്മളിൽ ഉണ്ടത്. പക്ഷെ നമ്മൾക്കിങ്ങനെ ഈ നമ്മൾ പറഞ്ഞല്ലോ, അത് ജന്മനാ നമ്മളത് ഇങ്ങനെ ചിന്തിക്കുന്നു. മനുഷ്യന് പറ്റിയിട്ടുള്ളൊരു അബദ്ധങ്ങൾ അല്ല, അതപ്പതിച്ച അവസ്ഥ. അപ്പം അവസ്ഥ കൊണ്ട് ഈ അവനിലുള്ള ഈ ദൈവികതയെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായ, സാദൃശ്യം. ദൈവം നമ്മുടെ മേൽ തൻ്റെ ശ്വാസം വെച്ച് അവൻ്റെ ആ രൂപി ചൈതന്യത്തെ നമ്മൾ നിശ്വസിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ദൈവികത നമുക്കുണ്ട്. പക്ഷെ അത് ദൈവത്തെ കാണുന്നവർ ഞാൻ ദൈവമാണെന്ന് പറയുന്നതിലല്ല, എങ്കിലും ആ ദൈവികത നമ്മളിലുണ്ട്. പക്ഷെ അത് സാവകാശം നമ്മൾ പരിശ്രമിച്ചാൽ ആ ദൈവികതയിലേക്ക് കണ്ടോ, ആ ക്രിസ്തുവിൻ്റെ അതേ സ്നേഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിൻ്റെ. കാരണം ആ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ സ്നേഹം, അപ്പോൾ ആ ക്രിസ്തുവിൽ തൻ്റെ ആത്മാവിൽ ദൈവം നമുക്കായിട്ട് ചൊരിയപ്പെടുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്ക്. ആത്മാവിൽ മനുഷ്യനെന്ന് പറയുമ്പോൾ അവസാനം അവനൊരു അരൂപിയുടെ തലമാണല്ലോ. അവസാനം അവശേഷിക്കുന്നത് എന്താ? ഞാൻ ഈ ഭാഗ്യമായതൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. ഒരു ആത്മീയ തലത്തിൽ ദൈവത്തിൻ്റെ ഒരു അംശമാണ് നമ്മൾ. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് ആ ദൈവസ്നേഹം നമ്മളിൽ ഒരു മനുഷ്യ സ്നേഹത്തിലൂടെ നമുക്കത്
വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. മനുഷ്യന്റെ സ്നേഹത്തിൽ സ്വാർത്ഥതയായിരിക്കാം. അതുകൊണ്ടാകാം. പക്ഷേ തിരിച്ചറിഞ്ഞ് നമുക്കങ്ങനെ വിശാലതയിലേക്ക് വരാമല്ലോ. അങ്ങനെ വരുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഇന്നുള്ള ഈ വേലിക്കെട്ടുകളും മതിലുകളെല്ലാം പൊളിഞ്ഞ് അല്ലേ ഒരു സമൂഹമായി. പക്ഷെ അങ്ങനെയൊക്കെ വരേണ്ടതാ. എങ്കിലും അതൊരു സംഭവിക്കുന്നില്ലെങ്കിലും നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കാരണം ഇതിപ്പോൾ അല്ലേ, ഇപ്പം നമ്മൾ കുറേ തിരിച്ചും ഉണ്ടാകാം. ഒത്തിരി കുറവുകളുള്ളപ്പോൾ തന്നെ നമ്മളെ പോലെയുള്ള മനുഷ്യരൊരു ദൈവത്തെ നമ്മുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. കാരണം അതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അപ്പം നമ്മൾ അബ്രാഹത്തോട് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സോദോം ഗോമോറോ നഗരങ്ങളെ നശിപ്പിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ. കാരണം അവിടെയുള്ള മനുഷ്യരുടെ അധപ്പതനം കാരണം. ഇപ്പം പഴയ നിയമത്തിലെ കഥാപാത്രമാണ് അബ്രാഹം എന്ന് പറഞ്ഞത്. പക്ഷെ ആ മനുഷ്യൻ നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ സുഹൃത്തിനെ പോലെയാണ്. അപ്പം ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നീ രക്ഷിക്കണേ. അപ്പം 50 ആയ അവസാനം 10 പേര് പോലും ഇല്ലാത്ത, എന്ന് വെച്ചാൽ അത്രയും പേരെങ്കിലും ഇതിൻ്റെ ഇടയിൽ അല്ലേ. ഇപ്പം എല്ലാവരും ഒരുപോലെ ആണെന്നില്ലല്ലോ. അപ്പം അതാണ് നമ്മൾ തമ്മിൽ അല്ലേ. ഇപ്പോൾ യേശു പോലും നമുക്ക് വേണ്ടി പകരക്കാരനായി എന്നൊരു ഇതുണ്ടല്ലോ. ആ ഇതിൻ്റെ പ്രിയ പുത്രനിലൂടെ ദൈവം നമ്മളെ വീണ്ടെടുത്തപ്പോൾ ആ പുത്രൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായ ബലിയായി കണ്ടോ. ആ ബലിയുടെ പുനരാവിഷ്കരണം. അപ്പം നമ്മൾ രാവിലെ അങ്ങനെയൊക്കെ ആ വിശ്വാസത്തിലാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ എനിക്ക് പാപമോചനം കിട്ടി, രക്ഷ കിട്ടി. ഇപ്പം ഞാൻ ഒന്നിൻ്റെ അടിമയല്ല. അപ്പം ആ ശക്തി എനിക്ക് കിട്ടുമ്പോൾ എനിക്കും ആ ക്രിസ്തുവിനെ പോലെ ഒരു സ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ നമ്മൾക്ക്. അപ്പം അങ്ങനെയാകുമ്പോൾ കുറേയൊക്കെ പറ്റും. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ നല്ലവരും ഉണ്ടാവണമല്ലോ ഇവിടെ. എല്ലാ തരത്തിലുള്ള മനുഷ്യരും അധിവസിക്കുന്ന ഭൂമിയിൽ എല്ലാ ജാതി മനുഷ്യരുണ്ടാകാം, രാഷ്ട്രീയക്കാരുണ്ടാകാം, പ്രസ്ഥാനക്കാരൻ ആയിക്കോട്ടെ. എങ്കിലും നമുക്കിവിടെ ഓരോരുത്തർക്കും ലഭിക്കുന്നതായ വെളിച്ചം അനുസരിച്ച് അല്ലേ, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. എനിക്ക് കിട്ടിയ ഒരു കൃപ എന്ന് പറയും, ഒരു അനുഗ്രഹം, അതനുസരിച്ച് ഞാൻ ജീവിക്കും. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം ദൈവം തന്നെ എല്ലാം കിണക്കുന്നൊരവസ്ഥ വരും. അങ്ങനെ പോകും. അത് യേശുദേവൻ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്, നമ്മളാണ് ദൈവരാജ്യം സൃഷ്ടിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കണമെങ്കിൽ ഒരു ധ്യാനാത്മകമായിട്ടുള്ള മനസ്സും ആ ഒരു ജീവിതവും നമ്മൾ ജീവിച്ചാലല്ലേ സാധിക്കും. ഓക്കെ, ഇത് കുറേ നാളുകളായല്ലോ ഞാനിപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ ഒരു ധ്യാനാത്മക ജീവിതത്തിൻ്റെ ആവശ്യകത അതിനെപ്പറ്റി ധ്യാനിച്ചും അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചോ. ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. നമ്മളാ സാധാരണ മനുഷ്യനെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സാണല്ലോ എല്ലാം. മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ സെക്കൻഡിൽ തന്നെ എന്തെല്ലാം ചിന്തകൾ, വികാരങ്ങൾ, ഓരോ തോന്നലുകൾ, ഫീലിങ്സ്, ഇതെല്ലാം കീറി കിടക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഏകാഗ്രതയോ ഒരു സ്വസ്ഥതയ്ക്ക് വരിക എളുപ്പമേ അല്ല. അതുമല്ല, അതിലുപരി നമുക്ക് ഈ ഭൂതകാലം, കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഇത് നമ്മളെ അലട്ടുന്നു, നാളെയെ പറ്റി ഇതെല്ലാം നമുക്ക് ഉണ്ടത്. അപ്പോൾ ഇതെല്ലാം വചനത്തിൽ സുവിശേഷത്തിലുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഈശോ ഇങ്ങനെ ഏകാന്ത ധ്യാന ജീവിതത്തിലേക്ക് പോയി. അപ്പോൾ ആ യേശുവിൻ്റെ ധ്യാനം പലപ്പോഴും ഇങ്ങനെ ജനക്കൂട്ടം ഈശോയെ ബലപിടിച്ച് രാജാവാക്കാൻ നോക്കി, തള്ളി മലയുടെ മുകളിൽ താഴെയിടാൻ നോക്കി, പീഡിപ്പിക്കാൻ നോക്കി, ഇതെല്ലാം ചെയ്തപ്പോഴും ഈശോ ഇതിനെയൊക്കെ ഫേസ് ചെയ്തത് തൻ്റെ അപ്പനുമായി ചേർന്നിരുന്ന്. അതാണ് യേശുവിൻ്റെ ലൈഫ് മുഴുവനും. ജീവിതത്തിൽ ഒത്തിരി മണിക്കൂറുകൾ, ദിവസങ്ങൾ. അപ്പം അത് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത. അപ്പം കുറച്ച് നാളായാലും എനിക്ക് ഒത്തിരി, കാരണം നമുക്ക് ചുമ്മിയിരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക. അപ്പം അതിനെ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്കറിയത്തില്ല. ഈ ഓരോ ചിന്തകൾ എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അതനുസരിച്ച് എനിക്കൊരു ബോധമില്ലാതെ ഞാനിങ്ങനെ എന്നെ അത് വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് ചിലപ്പോൾ നെഗറ്റീവായ ഓരോ ചിന്തകൾ, വികാരങ്ങൾ വെച്ച് എൻ്റെ ലൈഫ് പോലും ഒരുതരം അടിമത്തമായി പോകും. അപ്പം ഇതിനെ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കിയപ്പോഴാണ് ഇത് ശല്യമായിട്ട് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്ന് നമ്മളിലേക്കൊന്നും നോക്കുന്ന, മനസ്സിലെ ചിന്തകളെ പറ്റിയുള്ള അവയർനെസ് ഇരുന്ന് നമ്മൾ അവസാനം ഇങ്ങനെ നമ്മളിൽ തന്നെയുള്ള ആ ഒരു സ്വസ്ഥതയിലേക്ക്, വേറെ പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ, ഞാനെന്ന് പറയുമ്പോൾ ഒരു അരൂപി, ഒരു ചൈതന്യം. അപ്പോൾ എന്നിൽ അവരെ കണ്ടെത്താനൊക്കെ എനിക്ക് സാധിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എനിക്ക് ഒത്തിരി
എന്നിൽ തന്നെയുള്ളൊരു സ്വസ്ഥത, ദൈവരാജ്യത്തിൻ്റെ ഒരു സമാധാനം, സന്തോഷം. അപ്പോൾ ഇതൊന്നും പുറമേ ഉള്ളതൊന്നും എന്നെ ബാധിക്കില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ ആഴപ്പെടാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുകയും ഇപ്പം നമുക്കൊരു തരം പ്രേരണകൾ വേണ്ടേ. ചുമ്മാ നമ്മളിങ്ങനെ ബുദ്ധിയിൽ ഉദിക്കുന്നതല്ലല്ലോ ഇത്. അപ്പോൾ മനസ്സിലിങ്ങനെ നമ്മളെ ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ പ്ലാനിങ്ങും ഒക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്നത് കാര്യം നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ അതൊന്നും വലിയ കാര്യമാണെന്നൊന്നുമില്ല. വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും അത് സഹജീവികൾക്കും അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഹിതം എന്ന് വേണമെങ്കിൽ പറയും, ഒരു വഴിയുണ്ടല്ലോ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ എന്താണ് എന്നെ ദൈവം എന്തിനായിട്ട് എന്നെ വിളിച്ചു നയിച്ചു എന്നുള്ളൊരു ബോധം എനിക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോഴാണ് എനിക്ക് പുതിയ ഞാൻ ഇത്രയും ഈ പരിപാടി ഞാൻ ആദ്യം ഇങ്ങനെ കട്ടപ്പനയിൽ ആരംഭിച്ച ഈ പരിപാടികൾ ഇതിൻ്റെ ഇന്ന് വരെയുള്ള എത്രയോ 10-13 സ്ഥലങ്ങളിലേക്കും പിന്നെ ഇതിനോട് ചേർന്ന് ഒത്തിരി സഹോദരങ്ങളുടെ സഹോദരികൾ, നാട്ടുകാർ, പിന്നെ അച്ഛന് തന്നെ ഒരു സന്യാസ സമൂഹമാണ് ഞങ്ങളുടെ സഭയിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ സമൂഹമുണ്ട്. അതിലൊക്കെ അതിൻ്റെ സ്ഥാപകനായ ഇതെല്ലാം ദൈവം ഇങ്ങനെ ഇന്നും ഇതെല്ലാം കൂട്ടിയിണക്കാൻ സത്യം പറഞ്ഞാൽ വേറെ അച്ഛന്മാരായിട്ട് ആരുമില്ല. പക്ഷെ എല്ലാവരുടെയും ആത്മീയ സപ്പോർട്ട് എനിക്കുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹം, വലിയ സമൂഹം, ലോക പ്രശസ്തമായ കപ്പുച്ചൻ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു വൈദികനാണ് ഞാൻ. പക്ഷേ ഇതിനെല്ലാം ഇപ്പം ഞാനിത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഞാനല്ല, എന്നിലുള്ളൊരു ചൈതന്യം എന്നെക്കൊണ്ട് ഇതൊക്കെ വേണ്ട രീതിയിൽ എല്ലാം ചേർത്ത് കൊണ്ടുപോകാൻ ഇടയാക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഒരു ദൈവത്തോട് ചേർന്നിരിക്കാൻ ഒരു പരിശ്രമം, അങ്ങനെ ഇരുന്ന് കിട്ടുന്ന പ്രേരണകളും പ്രചോദനങ്ങളെയും സ്വീകരിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ഇന്നും ഒരു തെറ്റി പറഞ്ഞു അതുപോലെയുള്ള വിഷയങ്ങളുണ്ടാകാം. പക്ഷെ ഇന്നു വരെയും എടുക്കാൻ പറ്റാത്തൊരു വിഷമിച്ചു പോയൊരു നിമിഷമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഇഷ്ടംപോലെ ഏതെല്ലാം തരത്തിൽ രോഗികളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം ദൈവം പരിപാലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടുന്നത് ദൈവം എന്നെ ഇങ്ങനെ ഇരുത്തി ദൈവമായിട്ട് ചേർന്നിരുന്ന് ഒരു സ്വസ്ഥതയിൽ കിട്ടുന്ന ഉള്ളിലെ ഒരു വെളിച്ചമുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്, അങ്ങനെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ധ്യാനാത്മക ജീവിതം. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത മനുഷ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തെ ഓരോ വിഷയങ്ങളും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം തന്നെ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ തന്നെ സഭകളിൽ, സമൂഹങ്ങളിൽ പല മേഖലകളിൽ ഓരോ വിഷയങ്ങളുണ്ടല്ലോ ലോകത്തിൻ്റെ മുമ്പിൽ. ചിലപ്പോൾ എതിർ സാക്ഷിയൊക്കെ ആയി പോകുന്ന ഒത്തിരി സമ്പ്രദായങ്ങളില്ലേ. ഇതിൻ്റെ എല്ലാം അടിയിൽ കിടക്കുന്നത് ശരിക്കും ഒരു വിവേചനമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകുന്നത് കൊണ്ടാകാം. അപ്പം അങ്ങനെയെങ്കിലും ധ്യാനാത്മക ജീവിതം മസ്റ്റാണ്. അത് യേശുവിനെ കണ്ടുമുട്ടുകയാണ് നമുക്ക് തന്നെ. അല്ലെങ്കിൽ ഇപ്പം ഞാനെല്ലാം തലയെ കൊണ്ട് നടക്കുന്നവരും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇപ്പം നോക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ തലയെ കൊണ്ട് നടന്നാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാനൊന്നുമല്ല. അപ്പം അങ്ങനെ അങ്ങ് ഏൽപ്പിച്ചും സമർപ്പിച്ചും കൊടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ ചുമ്മാ ഫ്രീ ആയിട്ടങ്ങ് നടക്കും. എല്ലാം ഈ മനുഷ്യരെ കൂട്ടിയിണക്കാനും മനുഷ്യരോട് ഇടപെടാനും ഒക്കെ എനിക്ക് ദൈവമാണ് സത്യം പറഞ്ഞ് എന്നിലൂടെ ഇതെല്ലാം അവൻ്റെ ശക്തി തന്ന് നയിക്കുന്ന ഒരവസ്ഥ നയിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും ബോധ്യമായി. ധ്യാനാത്മ ജീവിതവും അത് നമ്മുടെ ശുശ്രൂഷ ജീവിതവും നമ്മുടെ മനുഷ്യരോടുള്ള ബന്ധങ്ങളൊക്കെ, ആ ബന്ധങ്ങളൊക്കെ നമ്മൾ ഒന്നൊരു ബന്ധവും മുറിപ്പെടുത്താൻ പറ്റില്ല. ആർക്കും എതിരെ എല്ലാവരും ഉൾക്കൊണ്ടല്ലേ നമ്മൾ. അപ്പം അതൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആ ക്രിസ്തു അത്രയും നമ്മളിൽ ആ രൂപി നമ്മളെ സ്വാധീനിക്കണം. അതിന് നമ്മൾ കുറേ സമയം ധ്യാനത്തിനായി മസ്റ്റായിട്ട് മാറ്റിവെക്കും. പക്ഷെ അത് വളരെ കുറവാണ്. പ്രാർത്ഥനകളുണ്ട്, പക്ഷെ പ്രാർത്ഥനയല്ല. അതിനെയാണ് എനിക്ക് ഇഷ്ടമാണ് ഏകാന്തത, ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം അതുകൊണ്ട് അച്ഛൻ താഴെ ഒരു കിട്ടില്ല, അവിടെ പോയി കിടക്കണേ. അപ്പം അങ്ങനെ രാത്രി കാലം അവിടെ പോയി ഇരിക്കുക. മാറിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. നമുക്ക് കൂടുതൽ കിട്ടുവേ മനുഷ്യരിൽ നിന്നും ഇടങ്ങളിൽ നിന്നും ഒക്കെ മാറി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു ശൈലി ഈശോയുടെ ജീവിതത്തിലും ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അവർ മാറിയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മളിങ്ങനെ ദൈവത്തെ തേടി ഒരു മലയിലേക്ക് പോകുമ്പോൾ ദൈവം അടുത്ത് വരും. അതെയല്ലേ. അപ്പോൾ എന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനൊരു ശ്രമത്തിലാണ്.
മൗണ്ട് ഇതൊരു ധ്യാന സെൻറ്റർ, ഏകാന്ത ധ്യാന സെൻറ്ററാണ്. അപ്പം ഇതിന് മുമ്പ് നമുക്ക് ഈ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹം യേശുവിനെ ഏറ്റവും കൂടുതൽ അടുത്ത് അനുകരിച്ചും സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിച്ചും, അത് യേശു എന്തെല്ലാം ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടും, പ്രത്യേകിച്ച് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യർ, അദ്ദേഹത്തിൻ്റെ ആരംഭം തന്നെ ഒരു ഈശ്വരാനുഭവം ഉണ്ടായതിനു ശേഷം കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചും ഭിക്ഷക്കാരോടുകൂടെ അവരോടുകൂടി ഇരുന്ന് അവരുടെ വസ്ത്രം താൻ എടുത്ത് ആ രീതിയിൽ ഷെയർ ചെയ്തുമൊക്കെ ആരംഭിച്ച ഒരു വലിയ മനുഷ്യനാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കും ഫ്രാൻസിസിനെ അറിയാൻ സഭയിൽ വന്നതിന് ശേഷം എനിക്ക് സാധിച്ചു. ഫ്രാൻസിസിൻ്റെ രൂപി ചൈതന്യം അത് നോക്കുമ്പോൾ അത് യേശുവിൽ കാണുന്ന അതേ ചൈതന്യമാണ്. അപ്പോൾ ഈ വിശുദ്ധ ഫ്രാൻസിസ് തുടങ്ങി വെച്ചതായ ഒരു സന്യാസ സമൂഹത്തിൻ്റെ അംഗമാണ് ഞാൻ. അപ്പോൾ ആ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യരെ പ്രിയപ്പെട്ടവരായി കണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ദരിദ്രനും പീഡിതനും ക്രൂശിതനും ഒക്കെ ആ ഈശോയെ അനുഗമിക്കുക എന്നൊരു ശൈലിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഇങ്ങനൊരു അവസരം ഒത്തു കിട്ടിയപ്പോൾ 1996 ഫെബ്രുവരിയിൽ കട്ടപ്പനയിൽ ഒരു കപ്പുച്ചിൻ സഭയുടെ ഒരു ആശ്രമം, പോർസിംഗുൽ ആശ്രമം, ആ ആശ്രമത്തിൽ അംഗമായിരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഈ ജോർജ് കുറ്റിക്കൽ അച്ഛൻ, MCBS അച്ഛൻ, ഇങ്ങനെ ആകാശപ്പറവകൾ എന്ന പേരിൽ സമൂഹത്തിൽ നിന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക, അവരെ ശുശ്രൂഷിക്കാൻ മനുഷ്യരെ, അവരെ സഹായിക്കാൻ മനുഷ്യരെയൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ വൈദികൻ്റെ രൂപി അല്ലെങ്കിൽ ആ വൈദികനുമായി ചേർന്ന് എനിക്കും ഇങ്ങനൊരു ആശയമുണ്ടായി. കട്ടപ്പനയിൽ ഞങ്ങൾ കപ്പുച്ചിൻ സഭയുടെ ഒരു ഓടിട്ട കെട്ടിടത്തിൽ ഇങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മ, അതിൽ തന്നെ ഇങ്ങനെ തെരുവിൽ കടത്തുന്നതിലൊക്കെ കിടക്കുന്ന മനുഷ്യരെയൊക്കെ പോയി കണ്ട് അവരോട് കൂട്ടുകൂടി അവരെ ഈ ഒരു പ്രത്യേക ആ ദിവസങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് 140 പേര് അടങ്ങുന്നൊരു കൂട്ടായ്മ 3-4 ദിവസം ഈ ഞങ്ങളുടെ ഈ കട്ടപ്പന ഒരു പോസ്റ്റിംഗുള്ള ക്ലബ്ബ് അവിടെ ഉണ്ടായിരുന്നിടത്ത് കൂടി, അതിൻ്റെ അവസാനം വീടും കൂടുമൊന്നും ഇല്ലാത്ത മനുഷ്യർക്ക് ഞങ്ങൾ അഭയം കൊടുക്കുകയാണ്. ഈ അഭയം കൊടുത്തപ്പോൾ എൻ്റെ കൂടെ ഈ ശുശ്രൂഷകൾക്കൊക്കെ കടഞ്ഞു വന്നിരുന്ന സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഈ 50 പേരടങ്ങുന്ന ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങി മനുഷ്യരോട് ചോദിച്ചും വാങ്ങി അവർ മനുഷ്യരെ സഹായിച്ചപ്പോൾ ഇങ്ങനെ ഇവരെ ശുശ്രൂഷിച്ച് തുടങ്ങിയതാണ് ഈ സ്നേഹാശ്രമം. അത് അങ്ങനെ തുടങ്ങി അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഇടയിൽ തന്നെ എൻ്റെ കൂടെ വന്ന് ചേർന്ന പല സിസ്റ്റേഴ്സിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ എൻ്റെ ഈ സ്നേഹാശ്രമങ്ങളുടെയും FST സന്യാസ സമൂഹത്തിൻ്റെയും ഒക്കെ സഹസ്ഥാപികയായ സിസ്റ്റർ അനിച്ച, ആ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ, പിന്നെ ഇങ്ങനെ പല വഴികളിൽ വന്നു ചേർന്ന സഹോദരന്മാരെല്ലാം ഉൾപ്പെടുത്തി ഇങ്ങനെ സ്നേഹാശ്രമങ്ങൾ ഓരോന്ന് ആദ്യം കട്ടപ്പനയിൽ തുടങ്ങി, പിന്നെ മൂലമറ്റത്ത് ഇതുപോലെ തന്നെ ഒരു തട്ടാമ്പറമ്പിൽ ഒരു കുഞ്ഞേട്ടൻ, ആ ദമ്പതികൾക്ക് അവരുടെ ജൂബിലി ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടു, പുള്ളിയുമായിട്ട് സംസാരിച്ച് അവസാനം പുള്ളിയുടെ ഒരു സ്ഥലം ഇന്ന് അവിടെ അസീസി സ്നേഹഭവൻ മൂലമറ്റം, പിന്നെ ഇന്ന് നരിയമ്പാറ എന്ന സ്ഥലത്ത് അതൊരു അമ്മച്ചി മാനസിക അവളുടെ ഭർത്താവിനെ ഇതെല്ലാം കണ്ടും കേട്ടപ്പോൾ അവർ ദാനമായി തന്ന സ്ഥലത്താണ് എന്ന നരിയമ്പാറ അസീസി സ്നേഹാശ്രമം. പിന്നെ അത് കുമ്മളിയിലായാൽ ഒരു തോമസ് ആശാരിപ്പറമ്പിൽ അച്ഛനിങ്ങനെ ജർമ്മനിയിലൊക്കെ ശുശ്രൂഷ ചെയ്ത് നടങ്ങി വന്നപ്പോൾ പുള്ളിയുടെ സ്ഥലം ഇന്നിപ്പോൾ 5 ഏക്കർ സ്ഥലവും 140-50 രോഗികൾ, സ്ത്രീകളും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു ഭവനം, അവിടെ അത് രൂപപ്പെടാനിടയായി. പിന്നെ ഇത് തോപ്രാങ്കുടി, അപ്പോൾ അവിടെ തോപ്രാങ്കുടിയിലാണെങ്കിൽ ഒരു താടി അച്ഛൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു സഹോദരൻ വഴി അവിടെ നമുക്കൊരു സ്ഥലവും സൗകര്യങ്ങളും, അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സെൻറ്റർ ആരംഭിച്ചു. ഇതിങ്ങനെ അവിടെ പിന്നെ തേനിയിൽ, അതൊക്കെ ഒരുതരം ഈ വാക്ക് പറയാം ദൈവപരിപാലനയിൽ ഓരോ മനുഷ്യരോടുള്ള കണ്ടുമുട്ടലുകളിൽ അവരിങ്ങനെ ക്ഷണിച്ചപ്പോൾ അവിടെ പോയൊരു ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു സിദ്ധ വൈദ്യന അവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. പുള്ളിയുടെ സ്ഥലം 6 ഏക്കർ സ്ഥലം പിന്നീട് കുറേ സ്ഥലം വാങ്ങി. അപ്പം ഇങ്ങനെ തേനിയിൽ ഒരു നല്ലൊരു സെൻറ്റർ രൂപപ്പെട്ടു. അതിങ്ങനെ പിന്നെ
എൻ്റെ വീട് തന്നെ ഇപ്പം എൻ്റെ തറവാട് സ്വത്ത് എന്ന് പറയുമ്പോൾ 1.5 ഏക്കർ സ്ഥലവും വീടും അത് അവിടെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നതിൻ്റെ പേരിൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നൊരു സെൻ്ററുണ്ട്. അതിങ്ങനെ ഓരോന്ന് പിന്നെ അടുത്ത കാലത്ത് കോതമംഗലത്ത് പറഞ്ഞ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടയത്ത് ഇങ്ങനെ അതും മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ഥലം അവിടെ ഇങ്ങനെ ഒരു സെൻ്ററിനോടൊപ്പം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട മനുഷ്യർ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുമ്പോൾ ഫുഡും അക്കോമഡേഷന് സൗകര്യം ഒരുക്കി കൊടുക്കുക. അവിടെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഇതൊക്കെ സൗജന്യമായി കൊടുക്കുന്ന, കാരണം ഞങ്ങൾക്കത് ദൈവം തരും, ദാനമായി ഞങ്ങൾക്ക് തരും, അതങ്ങനെ കൊടുക്കുന്ന. അപ്പോൾ ആ രീതിയിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം ഇപ്പം ചുക്കാൻ പിടിക്കുന്നത് എൻ്റെ കൂടെ അതും ഒരു ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂഡ് എന്നൊരു സന്യാസ സമൂഹം, അത് ഈ ഇടുക്കി രൂപപ്പെട്ടു. അവരിലുള്ള ആ സിസ്റ്റേഴ്സാണ് ഈ എല്ലാ സെൻറ്ററുകളിലും നേതൃത്വം കൊടുക്കുക. ഈ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഓരോ സ്ഥലത്തുമുള്ള പഞ്ചായത്ത്, മർച്ചൻ്റ് അസോസിയേഷൻസ്, നാട്ടുകാർ, വീട്ടുകാർ, ഇങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഇതിൻ്റെ എല്ലാ മേഖലകളിലും സാമ്പത്തികമായിട്ടും ശുശ്രൂഷ മേഖലയിലെല്ലാം ഒത്തിരി സഹോദരങ്ങൾ വന്നു ചേർന്ന്, അപ്പോൾ ഇതിങ്ങനെ ഒരു പുതിയൊരു സംരംഭം ജനകീയ പങ്കാളിത്തത്തിൽ, അതാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. അപ്പോൾ അതങ്ങനെ ആ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും എല്ലാ സ്ഥലങ്ങളിൽ അടുത്ത് പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത് സ്ഥലം, അതുപോലെ തന്നെ ചാലക്കുടിയിലടുത്ത സ്ഥലം കിട്ടി. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടും മുറിപ്പെട്ടും, പ്രത്യേകിച്ച് ഇപ്പോൾ കാലഘട്ടം ഒത്തിരി മാനസിക രോഗികൾ, ബുദ്ധിമാന്യതയുള്ളവർ, ഇവരെയൊക്കെ നോക്കിയെടുക്കുക നമ്മൾ സാധാരണ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇവർക്ക് വേണ്ടിയൊക്കെ സമൂഹമായി അവരെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ഒരു തരത്തിൽ പറഞ്ഞൊരു ആവേശമാണ്. ഇതിൻ്റെ എല്ലാം പിറകിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് വെറും ഒരു സോഷ്യൽ വർക്കല്ല ഇത്, പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യരിൽ, പ്രത്യേകിച്ച് വേദനിക്കുന്നവരിൽ, ഒറ്റപ്പെട്ടവരിൽ ക്രിസ്തുവിനെ കാണുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഒരു ചൈതന്യമുണ്ട്. അവരെ കെട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം കുഷ്ഠരോഗിയെ അറപ്പായിരുന്നു. ആ മനുഷ്യൻ കുതിരപ്പുറത്ത് വന്ന യാത്രയിൽ കുഷ്ഠരോഗി മുന്നേ വന്നപ്പോൾ തിരിച്ച് ഓടിക്കാൻ നോക്കിയെങ്കിലും ഉള്ളിലെ ഒരു ഫോഴ്സ് ആ മനുഷ്യന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കുഷ്ഠരോഗി കെട്ടിപ്പിടിച്ച് അങ്ങനെ ചുംബിച്ച് കൊണ്ട് ആരംഭിച്ച ഒരു പരിപാടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു സന്യാസ സമൂഹം അദ്ദേഹം സ്ഥാപിച്ചുവെങ്കിൽ, അപ്പോൾ ഇന്നും നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒറ്റപ്പെട്ടും മുറിപ്പെട്ടുമുള്ള മനുഷ്യരെ അവർക്ക് വേണ്ടി ജീവിക്കുക, പറ്റുന്ന പോലെ നന്മ ചെയ്യുക, അവരെ മനുഷ്യരെല്ലാം സംഘടിപ്പിക്കുക, ഇതൊക്കെ വരുമ്പോഴേക്കും ഇത് ഒരു പൊതുജനത്തിന്, ഇപ്പോൾ നമുക്കറിയാം എല്ലാ സെൻറ്ററുകളിലുമുള്ള അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ നിലനിൽപ്പും ആവശ്യമായതെല്ലാം ആ നാട്ടിലെ ഉള്ള മനുഷ്യർ തന്നെ സംഭാവന ചെയ്ത് തരുന്ന, സംഭാവന സ്വീകരിച്ചു ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓക്കെ, ആദ്യ കാലങ്ങളിൽ ഇതൊന്നും ഗവൺമെൻറ് പോലും ഈ മേഖലകളിൽ, പക്ഷെ ഇന്നിപ്പോൾ ഗവൺമെൻറ് എല്ലാ മേഖലകളിലും കുറേയൊക്കെ നിയമത്തിൻ്റെ വശത്ത് ഞങ്ങളെ സഹായിക്കും, ചെറിയ തോതിൽ ഗ്രാൻറ്റ് തരാം. അടുത്ത കാലത്തൊന്നും കിട്ടാറില്ല, എങ്കിലും ഒരു നാളത് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഉള്ള സംരംഭം നടപടി ഉണ്ടാകുന്നു എന്നൊക്കെ അറിയാനും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ പ്രസ്ഥാനങ്ങൾ നിലനിന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഇതിനെല്ലാം ഫോഴ്സ് ഞങ്ങൾക്ക് പിപ്പാനായിരിക്കുന്ന ഈ അസീസി മൗണ്ട് കല്ലൂന്ന്, ഞങ്ങളുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏകാന്തത ഇഷ്ടപ്പെട്ട് തൻ്റെ പിതാവിനോട് ഐക്യപ്പെട്ടിരുന്ന് പിതാവിൻ്റെ ആ ഹിതമനുസരിച്ച് സത്യത്തിൽ ഞങ്ങൾക്കും ഞങ്ങളറിയുന്ന ആ ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്നേഹം ഞങ്ങളിങ്ങനെ നിർബന്ധിച്ച് ഓരോരോ ശുശ്രൂഷകളിലേക്കും ഒക്കെ ഞങ്ങളെ നയിക്കുന്നു. അപ്പോൾ എല്ലാം ദൈവവും ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. എല്ലാവരിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവമുണ്ട്. മനുഷ്യനെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവത്തെ തന്നെയാണ് സ്നേഹിച്ചും ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ലത്. ദൈവം ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതിന് മുന്നേ അവൻ്റെ ഭാവനയിൽ ഒരു കാഴ്ച കാണും. അത് കണ്ടതിന് ശേഷമാണ് ആ പേനയിലൂടെ ആ ക്യാൻവാസിൽ ആ ചിത്രകാരൻ വരയ്ക്കുന്നത്. ഇപ്പം ഈശ്വരനും ഒരു ഭാവനയുണ്ട്, ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ആ ചിത്രകാരനായി മാറുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരുടെയും കടമ.
ഈ ഒരു സത്സംഗത്തിലുടനീളം നമ്മൾ ആ ഒരു ചിത്രകാരനെയാണ് കണ്ടത്, ഈശ്വരൻ്റെ ചിത്രകാരനെ. ഈശ്വരൻ്റെ ഭാവന എന്താണ് എന്ന് മനസ്സിലാക്കി ആ അനുഭവം, ആ ഭാവനയെ സ്വന്തം അനുഭവമാക്കി മാറ്റി ഒരു ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെയും താഴെത്തട്ടിലുള്ളവരെയും തന്നോടൊപ്പം ചേർത്ത്, തന്നിലെ ഭാഗമാണ് ഞാനും അവരും തമ്മിലൊരു വ്യത്യാസമില്ല എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഫാദർ ഫ്രാൻസിസ് ഡൊമിനിക് ജിയാണ് നമ്മളിന്ന് സത്സംഗം ചെയ്തത്. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് മുഴുവനും ധ്യാനത്തിൻ്റെ പ്രസക്തി എന്താണ്, ഒരു ധ്യാനാത്മക ജീവിതം നമ്മൾ നയിക്കേണ്ട ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളിൽ ആ ഒരു ധ്യാനാത്മകമായിട്ടുള്ളൊരു മനസ്സിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈശ്വരൻ്റെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഇരുന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഓരോ സാധകരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഫാദർ ജിയെ സത്സംഗത്തിനായിട്ട് ലഭിച്ചത് നമ്മൾ സാധകരുടെ പുണ്യമാണ്. നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, ഇതിൽ സംതൃപ്തിയുണ്ട്, ആനന്ദമുണ്ട്. കുറച്ച് നാളുകളായിട്ട് കൂടുതലും ഞാൻ ഈ പറഞ്ഞത് ഒരു ഭംഗിവാക്കുന്നതിലുപരി കുറേയൊക്കെ സത്യമായെന്നും ഇതെല്ലാം ഇങ്ങനെ എന്നെ എത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കരം എൻ്റെ മേലും നമ്മളെല്ലാവരുടെ മേലും ഉണ്ട്. നമ്മളെ പറ്റിയൊക്കെ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞതുപോലെ ഒരു രൂപരേഖ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ രൂപരേഖയ്ക്കനുസരിച്ച് ഞാൻ സഹകരിച്ചാൽ എൻ്റെ ജീവിതത്തിലൂടെ ഈ ഭൂമിയിൽ ഞാൻ തന്നെ ചെയ്തു തീർക്കേണ്ടതും എത്തേണ്ടതും അതിലൂടെ എത്രമാത്രം ഈ മനുഷ്യർക്ക് എനിക്ക് നന്മ ചെയ്തും മനുഷ്യർക്കൊരു സാക്ഷ്യമൊക്കെ ആയി മാറാം. അങ്ങനെ ഒത്തിരി മനുഷ്യരുടെ ജീവിതങ്ങളെ എല്ലാ അർത്ഥത്തിലും അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കാം. അതിനൊക്കെ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് തോന്നുന്നത്. കൺമുമ്പിലുള്ള എല്ലാ മനുഷ്യരോടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അത് വേറെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ. കാരണം നമ്മളെല്ലാം ഒന്നിൻ്റെ ഭാഗം ദൈവത്തിൽ നിന്ന് വന്നു. ദൈവത്തിലേക്കുള്ള യാത്രയിൽ ദൈവം നമുക്ക് പ്രിയപ്പെട്ടവരായി തന്നിട്ടുള്ളവരാണ് എല്ലാ മനുഷ്യരും. നമ്മൾ പെട്ടെന്ന് പറയും നമുക്ക് ഏതെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ഉപകാരം എന്നതിലുപരി എല്ലാ തരത്തിലുള്ള മനുഷ്യരും അതിനകത്ത് എല്ലാവരും ഉൾപ്പെടും. ഒരുപക്ഷെ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവരെ പോലും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവരിലൂടെയൊക്കെ ആണ് ദൈവം നമ്മളെ കൂടുതൽ ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിക്കുക. ഞാനത് പറയുമ്പോൾ നോക്കുക, യേശുവിൻ്റെ ലൈഫ് ആ ക്ലൈമാക്സിൽ എത്തുന്നത് കുരിശിലാണെങ്കിൽ അവൻ്റെ വഴികളിൽ ആരും അവന് ശത്രു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മാറ്റി നിർത്തേണ്ടവനെന്നോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ദൈവം എല്ലാ മനുഷ്യർക്കും നിശ്ചയിച്ചിരിക്കുന്നതായ ചില വ്യക്തികളെ കൂട്ടിന് കിട്ടും. അവരുടെ ജീവിതത്തിൽ സംഭവങ്ങളുണ്ടാകും, വിഷയങ്ങളുണ്ടാകും, ഉയർച്ചകൾ, താഴ്ചകൾ. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൽ എല്ലാ മനുഷ്യരെയും നമുക്കൊരു ഉള്ളിൽ ഒരു സാഹോദര്യത്തിലും ബന്ധത്തിലും കാണാം. മനുഷ്യർക്ക് നന്മ ചെയ്ത് നമുക്ക് കടന്നു പോകാം. പറ്റുന്നിടത്തോളം പ്രകാശം പരത്തി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരുട്ട് വരും, ഭാരങ്ങൾ വരും, വിഷമങ്ങൾ വരും. പക്ഷെ നമുക്കൊരു ധ്യാനാത്മക ജീവിതത്തിന് നമ്മൾ ഒരുമ്പെട്ടാൽ, പഠിച്ചാൽ, ഓരോ ദിവസവും അവനുമായി ചേർന്നിരിക്കുന്നൊരു സമയത്തിലൂടെ അവൻ നമ്മളെ സ്പർശിക്കും. സത്യമായിട്ടും ദൈവത്തിൻ്റെ ആ സ്നേഹ സ്പർശനം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാൻ നമുക്ക് പറ്റും. നമുക്ക് കൂടുതൽ ഉന്മേഷം കിട്ടും, ഉണർവ് കിട്ടും. എന്തൊക്കെ വന്നാലും നമ്മൾ തളരാനല്ല, നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം തന്നെ. നമ്മളതൊന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് വിട്ടുകൊടുത്ത് സഹകരിച്ചാൽ നമ്മളേവരെയും ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്, നമ്മളെവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഇനിയും വളരാനുണ്ട്, പുഷ്പിക്കാനുണ്ട്, ഫലങ്ങൾ ചൂടുവാൻ
ആ, ആ, നമ്മളിലൂടെ ഒത്തിരി ഫലങ്ങൾ മനുഷ്യർക്ക് കിട്ടട്ടെ. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. എൻ്റെ ജീവിതം കൊണ്ട് ഇല്ലേ എത്രയോ മനുഷ്യരെയൊക്കെ എൻ്റെ സ്വന്തമായി കണ്ട് അവരെയൊക്കെ തൊടുമ്പോൾ ഒരു നല്ലൊരു പുഞ്ചിരി കൊടുക്കുമ്പോൾ, ഒന്ന് തട്ടുമ്പോൾ മുട്ടുമ്പോൾ പോലും സന്തോഷിക്കുന്ന ഒത്തിരി മനുഷ്യരെ എനിക്കറിയാം, എൻ്റെ കൂടെയുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും ആരോടൊരു അസ്വസ്ഥത ആർക്കും കൊടുക്കാതെ ആ സ്വസ്ഥതയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ലൈഫ്, അതിന് പോരുന്ന ആ ഇടപെടലുകളൊക്കെ നമ്മളിൽ ഉണ്ടാകട്ടെ. ഒറ്റവാക്കി പറഞ്ഞ ഒരു സ്നേഹ സമീപനം യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആർക്കും മുറിപ്പെട്ടു പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരുപക്ഷെ യേശുവിനെ കുപ്പിയിലിറക്കാനോ പീഡിപ്പിക്കാൻ വന്നാൽ പോലും യേശു ഒരിക്കലും അവർക്കെതിരെയല്ല, അവർക്ക് കൂടെ നിന്ന് ഒരു സ്നേഹ സമീപനത്തിൻ്റെ ആ ശൈലി അത് നമുക്കും നല്ലതാണ്. നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും സഹോദര്യത്തിൽ ബന്ധങ്ങളിൽ നമ്മുടെ ജീവിതം ഒന്നിനൊന്ന്. പിന്നെ നമുക്ക് പരസ്പരം നമുക്ക് സാക്ഷ്യപ്പെടുത്താമല്ലോ. അത്രയേ ഉള്ളൂ, ആരെയും നിർബന്ധിക്കേണ്ടതില്ല. എല്ലാവരിലുള്ള നന്മകൾ, ആ ശ്രേഷ്ഠത അതെല്ലാവരും കാണട്ടെ, കേൾക്കട്ടെ. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു സന്ദേശം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കിട്ടട്ടെ. അങ്ങനെ അങ്ങേയറ്റം എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.